എൻ്റെ പേര് ആതിര. ഞാൻ UK നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജൂലൈ 28, 2022 UK പോകുന്നതിന് മുന്നായിട്ട് വന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ അമ്മ ആദ്യം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് എപ്പോഴും ചോദിക്കാം, എന്തിനാ അമ്മ ഇത് പ്രാർത്ഥിക്കുന്നത്, എല്ലാ മാതാവ് എല്ലായിടത്തും ഒന്നല്ലേ എന്നൊക്കെ ചോദിക്കായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞ്, ഇത് നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ, നല്ല ശക്തിയുള്ള മാതാവ് നമ്മളെ നടക്കാത്ത കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി തരും. എനിക്കെന്ന് വെച്ചാൽ തന്നെ നിൽക്കാനും തന്നെ എല്ലാം ചെയ്യാനൊക്കെ ഒരു പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ്, തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് നീ പോയാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തിക്കൊള്ളുന്നു. അങ്ങനെ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടാണ് ഇവിടുന്ന് പോയത്. UK ചെന്നിട്ട് എനിക്ക് OSCE എന്നൊരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം പാസ്സായി മാത്രമേ നമുക്ക് NMC പിന്നെ കിട്ടിയ ഒരു നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എക്സാമിൻ്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും. ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് എക്സാമിൻ്റെ അന്ന് ഞാൻ ഹോൾ ടിക്കറ്റ്, അവിടെ കിട്ടുന്ന ഹോൾ ടിക്കറ്റിലും പാസ്പോർട്ടിലൊക്കെ തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ എക്സാമിന് പോയത്. അന്ന് മാലയോ അങ്ങനെ ഇടാൻ പാടില്ല. പക്ഷേ ഞാൻ എന്നാലും മാതാവിൻ്റെ കാശുരൂപം ഞാൻ എൻ്റെ പോക്കറ്റിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു. പോക്കറ്റിൽ ഇട്ടിട്ടാണ് ഞാൻ പോയത്. അന്ന് പ്രാർത്ഥിച്ച് എക്സാം എഴുതി. എക്സാം ഞാൻ പാസ്സായി. അതെനിക്ക് മാതാവ് തന്നൊരു വലിയ അനുഗ്രഹമാണ്. എക്സാം 3 അറ്റംപ്റ്റേ നമുക്കുള്ളൂ. എക്സാം പാസ്സായാൽ മാത്രമേ നമുക്കവിടെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഞാൻ വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. പിന്നെ അതിന് ശേഷം എൻ്റെ കൊച്ചും ഹസ്ബൻഡൊക്കെ വന്നായിരുന്നു. UK ചെന്നിട്ട് ഇവർ വരുമ്പോഴേക്കും എനിക്കൊരു വീട് എടുക്കണമായിരുന്നു. വീട് എടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. അവിടെ വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാത്തിനും റെൻറ്റൊക്കെ കൂടുതലായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ മാതാവിനോട് എപ്പോഴും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കായിരുന്നു, എനിക്കൊരു നല്ല വീട് തരണം, കൊച്ചിന് സ്കൂളൊക്കെ അടുത്തുള്ളൊരു വീട് തരണം എന്ന് എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ എനിക്ക് വീട് കാണാൻ പോയിട്ട് 2 വീട് എനിക്ക് ഓഫർ വന്നു. അതിൽ ഒരു വീട് ശനിയാഴ്ച അവർ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ തരാൻ റെഡിയാണെന്നും, മറ്റേ വീട് പറഞ്ഞു അവർ തിങ്കളാഴ്ച അവർക്ക് പറയാൻ പറ്റുള്ളൂന്നും. പക്ഷേ എനിക്ക് ഇഷ്ടമായത് തിങ്കളാഴ്ച തരാമെന്ന് പറഞ്ഞ വീടായിരുന്നു എനിക്ക് ഇഷ്ടമായത്. അതൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, സേഫ്റ്റി ഉണ്ടായിരുന്നു, സ്കൂൾ അടുത്തുണ്ടായിരുന്നു, ഒരു പള്ളി അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു എനിക്ക് ആ വീട് തരണമെന്ന്. പക്ഷേ ഞാൻ എന്നിട്ട് ശനിയാഴ്ച വിളിച്ച് പറഞ്ഞവരോട് പറഞ്ഞു, രണ്ടും കൽപ്പിച്ച് പറഞ്ഞു എനിക്ക് ആ വീട് വേണ്ട എന്ന് ഞാൻ ശനിയാഴ്ച വിളിച്ചവരോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ആ വീട് തരണം, മാതാവിനെ എനിക്ക് എന്നും കണ്ട് ഡ്യൂട്ടിക്ക് പോകാൻ സാധിക്കും, എൻ്റെ കൊച്ചിന് സ്കൂൾ അടുത്തുണ്ട്, എനിക്ക് വീട് തരണം. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. കുറേ പേര് വീട് കാണാൻ വരുമായിരുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പില്ല നമുക്ക് ഏത് വീട് കിട്ടും. പിന്നെ നമുക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരാ വീട് കിട്ടണമെങ്കിൽ, ആ ലാൻഡ് ലോണിനും നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മുടെ ജോബ്, നമ്മുടെ ഫുൾ ടൈം ആണോ, സാലറി, ഇതിനെല്ലാം ബേസിസ് ചെയ്യാനും നമുക്കൊരു വീട് അവിടെ കിട്ടുക. അന്ന് തിങ്കളാഴ്ച ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. തിങ്കളാഴ്ച ഞാൻ വെയിറ്റ് ചെയ്ത് മെയിൽ നോക്കിയപ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞു മെയിൽ വന്നിട്ടുണ്ട്, എനിക്ക് ആ വീട് അവർ തന്നു എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. അതിന് ഞാൻ അതിന് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ അതിന് ശേഷമാണെങ്കിലും ഇപ്പം ഞാൻ 2.5 വർഷം കഴിഞ്ഞിട്ടാണ് UK നിന്ന് വരുന്നത്. സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ ആ വീട് എനിക്ക് ഇപ്പം 2.5 വർഷമായിട്ടുണ്ട്. അപ്പോൾ 1 വർഷം കഴിയുമ്പോൾ ഒരു റെൻറ്റ് കൂട്ടി, അടുത്ത വർഷം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും റെൻറ്റ് കൂട്ടി, അത് കഴിഞ്ഞ് വീണ്ടും ഒരു റെൻറ്റ് കൂട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഇനി റെൻറ്റ് കൂട്ടിയാൽ 850 ഞാൻ റെൻറ്റ് കൊടുക്കുന്നു, ഇനി കൂട്ടി കഴിഞ്ഞാൽ ഒത്തിരി റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടുതലാണ് അവിടെ, എനിക്ക് വേറെ വീട് നോക്കി പോകാനും സാഹചര്യമില്ല, നമുക്ക് സ്കൂള് കൊച്ചിന് അടുത്തുണ്ട്, മാതാവുണ്ട്, എനിക്ക് ഈ വീട് നീ തന്നതാണ്, ഇത് തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം, അവർ റെൻറ്റ് കൂട്ടല്ലേ, 2 പ്രാവശ്യം റെൻറ്റ് കൂട്ടി, ഇനി കൂട്ടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി ലൈറ്റേക്കാൻ റിക്വസ്റ്റ് ഇട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഏജൻസി വിളിച്ചിട്ട് പറഞ്ഞു അവർ റെൻറ്റ് കൂട്ടും, ലാൻഡ് ലോണിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അവർ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലാൻഡ് ലോഡ് പറഞ്ഞു റെൻറ്റ് കൂട്ടുന്നില്ല, അവർ റോളിംഗ് അഗ്രിമെൻ്റ് ആക്കി തന്നു ഞങ്ങളുടേത്. എന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നമ്മൾ കൊടുക്കുന്ന സെയിം റെൻറ്റ് തന്നെ നമുക്ക് നിൽക്കേണ്ട കാലത്തോളം നമുക്കവിടെ നിൽക്കാം, നമുക്ക് എന്നാണോ അവിടെ നിന്ന് മാറേണ്ടത് അന്ന് നമുക്ക് മാറിയാൽ മതി എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ തന്നു. അത് എനിക്ക് വളരെ ഉപകാരമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീടും എല്ലാ സൗകര്യങ്ങളും എല്ലാ സേഫ്റ്റിയും ഉള്ളൊരിതായിരുന്നു. ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു മാതാവിനോട്. പിന്നെ എൻ്റെ മകന് രോഗസൗഖ്യം കിട്ടിയതാണ്. എൻ്റെ മകൻ ഒരു ദിവസം ഞാൻ പുറത്ത് പോകാൻ നിൽക്കുമ്പോൾ, ഞാൻ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്, ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയും ഫോൺ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഫോണൊന്ന് എടുത്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മകൻ വന്ന് ഡോർ തള്ളി പിടിച്ചു. അത് ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് അവൻ തള്ളി ആ ഡോർ അടയുന്ന അവിടേക്ക് വന്ന് പിടിച്ചു. അവന് പിന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഫോഴ്സിലാണ് അത് വരുന്നത്. അവനത് തള്ളി പിടിച്ച് അവൻ്റെ വിരൽ അതിൻ്റെ ഇടയിൽ പോവുകയും ഡോർ വന്ന് അടയുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ താഴെ നിന്ന് ഓടി കയറി വരുന്നു, ഹസ്ബൻഡ് ഓടി വന്ന് വാതിൽ തുറന്നു, പക്ഷേ അത് അടഞ്ഞു.
അവൻ പെട്ടെന്ന് ഭയങ്കര കരച്ചിലായി. ഞങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തൊലിയെല്ലാം സ്കിന്ന് മുഴുവൻ ബ്രേക്ക് ഡൗൺ ആയി, ഫുള്ള് ബ്ലഡ്, കൈ മുഴുവൻ നിറഞ്ഞ് ചോര ഒഴുകുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മാതാവിൻ്റെ തൈലം എടുത്തിട്ട് മുറിവിലേക്ക് ഒഴിക്കുകയും എന്നിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ മുട്ടിപ്പായിട്ട് മുട്ടയെ കുത്തിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കാരണം അവന് നല്ല ഫോഴ്സിലാണ് വന്നടഞ്ഞത്. അവൻ്റെ കുഞ്ഞ് കൈ ആയതുകൊണ്ട് ഫ്രാക്ചർ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു, എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഒരു ഫ്രാക്ചറും ഇല്ലായിരുന്നു. അവരവിടെ നിന്ന് ഡ്രസ്സ് ചെയ്ത് വിട്ടു. അതിനുശേഷം ഞങ്ങൾ എന്നും അതിൽ ഡ്രസ്സിങ് ഓപ്പൺ ആക്കിയതിന് ശേഷം എന്നും ഞങ്ങൾ തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പം അവൻ്റെ ആ വിരലയിൽ മുറിവുണ്ടായിട്ടുണ്ടെന്നൊരു പാട് പോലെയില്ല. അതെനിക്ക് മാതാവ് തന്നൊരു അനുഗ്രഹമായിരുന്നു, ഞങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കുക. പിന്നെ അവനൊരു ഒരു ഫ്രാക്ചറും കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ എഴുതിയിട്ടില്ല, മറന്നു പോയതാണ്. കാല് ഫ്രാക്ചറായി, അത് വേദന ഉണ്ടായിരുന്നു. ഫ്രാക്ചറാന്ന് പറഞ്ഞു, റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അവന് വേദന കണ്ടിന്യൂസ് 2 ആഴ്ച ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയി നോക്കിയപ്പം അത് കൂടി ഓക്കെ ആയി. അതിന് വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ സർജറി ചെയ്യേണ്ടവർക്ക് ഒന്നും വന്നില്ല. അതിനൊരുപാട് നന്ദിയുണ്ട് മാതാവിനോട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുക്കുന്നതാണ്. ഹസ്ബൻഡ് പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിനും, ഞാനൊരു ഹിന്ദുവാണ്, ഹസ്ബൻഡും ഹിന്ദുവാണ്. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ഹസ്ബൻഡിനോട് ഉടമ്പടി എടുക്കാൻ പറയുമ്പോൾ ഹസ്ബൻഡ് ചോദിക്കും, എന്തിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്? ഞാൻ പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ വിശ്വാസത്തിനെതിരല്ലല്ലോ എന്ന് പറയായിരുന്നു. പക്ഷേ അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, മാതാവേ ചേട്ടനൊന്ന് ഉടമ്പടി എടുക്കണേ. മാതാവിൻ്റെ അടുത്തേക്ക് ഒന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് പോകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. മാതാവിൻ്റെ അടുത്ത് ഒന്ന് വന്നാൽ മതി, മാതാവ് പിന്നെ സംരക്ഷിച്ചോളും. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ UK എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, വിൻ്റർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒത്തിരി സ്ട്രെസ്സ് വരും. നമുക്ക് ജോബിൻ്റെ സ്ട്രെസ്സ്, ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതിൻ്റെ സ്ട്രെസ്സ്, അങ്ങനെ കുറേ സ്ട്രെസ്സുകൾ, കോസ്റ്റ് ഓഫ് ലിവിങ് എല്ലാം കൂടെ ആകുമ്പോൾ അപ്പോൾ ഒരു മാനസിക സമ്മർദ്ദം പോലെ ആയിരുന്നു എനിക്ക്. ആകെ ഒരു ഡിപ്രഷൻ പിടിച്ച പോലത്തെ ഒരവസ്ഥ. അപ്പോൾ ആകെ സ്ട്രെസ്സ്, കുടുംബത്തിൽ സന്തോഷമില്ല, പ്രാർത്ഥനയൊക്കെ ഞാൻ വളരെ കുറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ആകെ ഒരു ബുദ്ധിമുട്ടായി. അത് ഹസ്ബൻഡ് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ ഉടമ്പടി എടുത്ത് ഞാനും പ്രാർത്ഥിക്കാം, നമുക്ക് മാതാവെല്ലാം സോൾവ് ചെയ്ത് തരും. അന്ന് തൊട്ട് മാതാവ് ഉടമ്പടി എടുത്തു. അതെനിക്ക് വലിയൊരു അനുഗ്രഹം. ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്ന മാതാവിനോട്. ഇപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഹസ്ബൻഡ് ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുമിച്ച് ധ്യാനം കൂടും, സാക്ഷ്യങ്ങൾ. ഞങ്ങൾ നേരത്തെ റീൽസുകളായിരുന്നു സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം ഞങ്ങൾ സാക്ഷ്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുന്നത്. സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കേൾക്കാത്ത സാക്ഷ്യങ്ങളൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡ് വരുമ്പോൾ എന്നോട് പറയും, ഇന്ന് ഇങ്ങനൊരു സാക്ഷ്യമുണ്ടായിരുന്നു, നീ കേട്ടുവോ? അത് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് തരും. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് ധ്യാനം കൂടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കും കൂടുന്നത്. ഇപ്പം ഞങ്ങൾ തമ്മിലൊരു മത്സരം പോലെയാണ്. ഞാൻ ചിലപ്പം കൂടാൻ ലേറ്റ് ആകും ഡ്യൂട്ടി എല്ലാം അനുസരിച്ച്. അപ്പോൾ ഹസ്ബൻഡ് അത് തീർത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിൽ ആദ്യം ധ്യാനം കൂട്ടി തീർക്കുന്നുള്ളൊരു മത്സരം വരെയുണ്ട്. പിന്നെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ മാതാവ് തന്നു. വളരെ ചുരുക്കത്തിൽ ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ഹസ്ബൻഡിൻ്റെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വന്നായിരുന്നു. അത് ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു, അതെനിക്ക് സൗഖ്യപ്പെടുത്തി തന്നു. അമ്മയ്ക്ക് സൗഖ്യം കിട്ടി. ഫൈബ്രോയിഡാണെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് സ്കാൻ ചെയ്തപ്പോൾ ഫൈബ്രോയിഡൊന്നും ഇല്ല. എൻ്റെ മദറിലേക്ക് ഒരു മുഴ വന്നിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റിൻ്റെ അവിടെ. അതും ഞാൻ ലൈറ്റ് ക്യാൻഡർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. മാമോഗ്രാം ചെയ്തു, നോർമലായിരുന്നു. അച്ഛന് സ്പോണ്ടൈലൈസിസ് വന്നു, അതുമെല്ലാം നോർമലാക്കി തന്നു. ഒരുപാട് സൗഖ്യം മാതാവ് തന്നിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും മാതാവിനെ തൊട്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത്. എന്ത് പ്രശ്നം വരുമ്പോഴും മാതാവ് ഉണ്ടല്ലോ എന്നാണ് ഞങ്ങളിപ്പോൾ എന്നും പറയുന്നത്. എന്ത് സ്ട്രെസ്സ് വരുമ്പോഴും മാതാവ് മാറ്റിത്തരും. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളുടെ ജീവിതം മുഴുവൻ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഞാനിപ്പോൾ വന്നത് തന്നെ ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഓഗസ്റ്റിൽ എനിക്ക് വിസ റിന്യൂവലാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, 3 മാസത്തിനുള്ളിൽ നീ വിസ റിന്യൂവൽ ഉള്ളപ്പോൾ ഇപ്പോൾ പോകണ്ട, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ വിസ റിന്യൂവൽ നടക്കില്ല, അങ്ങനെ റിസ്ക് ആണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. കുറേ പേര് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ വണക്കമാസമാണ്, എനിക്ക് പോകണം, ഞാൻ പോയി സാക്ഷ്യപ്പെടുത്തിയിട്ട് വരും, മാതാവിനെ സംരക്ഷിച്ചോളം എന്ന് പറഞ്ഞ് മാതാവിനെ കാണാൻ വേണ്ടി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ മാസത്തിൽ ലീവ് റിക്വസ്റ്റ് ചെയ്ത് ഇപ്പോൾ വന്നത്. കൊച്ചിൻ്റെ അഡ്മിഷൻ്റെ കാര്യം, അത് വെച്ചാൽ സ്കൂൾ അടുത്തുണ്ടായിരുന്നു, വീടിൻ്റെ അടുത്ത്. അതൊരു കാത്തലിക് സ്കൂളായിരുന്നു. അവിടെ ഗവൺമെൻറ് സ്കൂളും ഉണ്ട്, കാത്തലിക് സ്കൂളും ഉണ്ട്. അപ്പോൾ കാത്തലിക് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ഗവൺമെൻറ് സ്കൂളിനേക്കാളും കുറച്ചുകൂടി അച്ചടക്കം, നമ്മുടെ ദൈവത്തിലൊരു വിശ്വാസം, അതെല്ലാം ഉണ്ട്. അപ്പം ഹിന്ദുക്കളാകുമ്പോൾ നമുക്ക് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പം എല്ലാവരും പറയും ക്രിസ്ത്യൻസിനാണ് കാത്തലിക് സ്കൂളിൽ കൂടുതൽ പ്രയോറിറ്റി.
അപ്പോൾ അവന് നേഴ്സറി കാത്തലിക് സ്കൂളിൽ തന്നെ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു റിസപ്ഷനും അവിടെ കിട്ടുമായിരിക്കും എന്ന്. പക്ഷേ അവർ പറഞ്ഞു അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല, നമ്മൾ കൗൺസിൽ വഴി അപ്ലൈ ചെയ്യണം. ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് ആ ഒരു സ്കൂൾ മാത്രം മതി എന്നൊരു വിശ്വാസത്തിൽ ഞാൻ ഒറ്റ സ്കൂൾ മാത്രമേ വെച്ചുള്ളായിരുന്നു, ആ സ്കൂൾ കിട്ടണം എന്നുള്ള രീതിയിൽ. അത് ജനുവരിയിൽ ക്ലോസ് ചെയ്തു അഡ്മിഷൻ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞു, നീ ഒരു സ്കൂൾ മാത്രം എന്തിനാണ് അപ്ലൈ ചെയ്തത്, ഒരു സ്കൂൾ വെച്ച് കഴിഞ്ഞാൽ അത് നിനക്ക് കിട്ടിയില്ലെങ്കിലോ, ക്രിസ്ത്യൻസിന് പ്രയോറിറ്റി കൂടുതലായിട്ട് അവർക്കത് കൊടുക്കും, അപ്പം നിനക്കത് കിട്ടിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും, അവർ കൗൺസിൽ തരുന്ന ഏത് സ്ഥലത്താണെങ്കിലും നിൻ്റെ കൊച്ചിനെ നീ വിടേണ്ട വരുമെന്ന് പറഞ്ഞു. നിനക്ക് 2-3 സ്കൂളും കൂടെ നിനക്കൊരു പ്രയോറിറ്റി വെക്കത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ സ്കൂളൊന്നും വേണ്ട, ഈ കാത്തലിക് സ്കൂൾ തന്നെ മതി, അത് 5 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ എൻ്റെ ഹൗസിൻ്റെ അടുത്തുനിന്ന്. അപ്പം ഞാൻ എന്നിട്ട് അന്നത്തെ ദിവസം വന്നിട്ട് ലൈറ്റ് ആക്കാണ്ട് റിക്വസ്റ്റ് ഇട്ടു. ഞാൻ ഹസ്ബൻഡും കൂടെ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കൊച്ചിനെ വേറൊരു സ്കൂളിലേക്ക് വിടുകയോ അവന് വേറൊരു വിശ്വാസത്തിൽ വളരുകയോ ചെയ്തു. UK എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസം വളരെ കുറവാണ്. അവർക്ക് ദൈവം ഇല്ല. അവർക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അവർക്ക് വിശ്വാസങ്ങളില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകാതെ ദൈവം എന്താണെന്നും ഈശോ എന്തായെന്നും വിശ്വസിക്കണം എന്നുള്ള ഒരു രീതിയിൽ വളരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഏപ്രിൽ 16-ാം തീയതി സ്കൂൾ അഡ്മിഷൻ ഓപ്പണായി. അവൻ ആ സ്കൂൾ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതിനെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം പ്രൈമറി തൊട്ട് അവന് കാത്തലിക് സ്കൂൾ കിട്ടിയാൽ മാത്രമേ ഹൈ സ്കൂളാകുമ്പോഴേക്കും അവർക്ക് കാത്തലിക് സ്കൂൾ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പം ഗവൺമെൻറ് സ്കൂളിലാണ് വിടുന്നെങ്കിൽ ഹൈ സ്കൂൾ എത്തുമ്പോൾ നമ്മളിപ്പോൾ കാത്തലിക് സ്കൂൾ അപ്ലൈ ചെയ്താൽ നമുക്കത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ആ സ്കൂൾ എനിക്ക് മാതാവ് തന്നത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഞങ്ങൾക്ക് ഒരു കഴിവില്ല, അതിൽ മാതാവ് തന്ന ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് ബാങ്ക് ഉണ്ട്, അവിടെ ഫുഡ് മേടിച്ച് ഞങ്ങൾ ഫുഡ് ബാങ്കിൽ കൊടുക്കും. പിന്നെ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് ഞങ്ങൾ എല്ലാ മാസവും നാട്ടിൽ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഈ ന്യൂസുകളൊക്കെ കാണും, അസുഖങ്ങളുള്ളവർക്ക് പൈസ അങ്ങനെയുള്ളവരെ സഹായിക്കും. പിന്നെ ഞങ്ങൾ സൺഡേ തന്നെ ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥലം, നമ്മൾ നാട്ടിലാണത്, അത് ഞാൻ അമ്മയ്ക്ക് പൈസ ഇട്ട് കൊടുത്ത് അമ്മ ചെയ്യുകയാണ് ചെയ്യാറ്. പിന്നെ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കും, ഫ്രണ്ട്സിന് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ കാണിച്ചു കൊടുക്കും. പിന്നെ അമ്മ പോസ്റ്റ് ഓഫീസ് വഴി ക്യാഷ് രൂപവും പത്രവും എല്ലാം ഞങ്ങൾക്ക് അയച്ചു തരും, അതെല്ലാം ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും. ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് UK ഞങ്ങളെ കൊണ്ടുവിട്ട ചേട്ടനും ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവർ വീടിൻ്റെ കാര്യത്തിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇരുന്ന ക്യാഷ് രൂപം ഞാൻ ആ ചേട്ടന് കൊടുത്തിട്ടാണ് വന്നത്. ഇവിടുന്ന് ഞാനിപ്പോൾ പത്രം എല്ലാം വാങ്ങിയിട്ടുണ്ട്, ഇംഗ്ലീഷ് പത്രവും വാങ്ങിയിട്ടുണ്ട്, മലയാള പത്രവും വാങ്ങിയിട്ടുണ്ട്. നാട്ടിൽ ഇനി കുറച്ചുകൂടെ കാരുണ്യ പ്രവർത്തികൾ കുറച്ചധികം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എൻ്റെ ജോലിയിൽ ഞാൻ ദൈവത്തിനെ മനസ്സ് വിചാരിച്ചാണ് ചെയ്യുന്നത്. നേഴ്സായതുകൊണ്ടും ശുശ്രൂഷയൊക്കെ രോഗികളെ സംരക്ഷിക്കുന്നതൊക്കെ അങ്ങനെ മനസ്സ് വിചാരിച്ച് ഞാൻ ചെയ്യാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന ദൈവത്തിനും ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി. ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ അനുഗ്രഹം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് മാതാവിന്. യെശയ്യാ 41:13 നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ആതിര എന്ന ഈ മകളും ജീവിത പങ്കാളിയും കുഞ്ഞിനോടൊപ്പം പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യം ഓസ്കി എക്സാം വിജയിച്ചതിൻ്റെ സന്തോഷമാണ് പങ്കുവച്ചത്. വിദേശത്ത് കുടുംബത്തോടൊപ്പം ചെന്നതിന് ശേഷം 1 മാസമായിട്ടും ഒരു വാടക വീട് ലഭിക്കാതിരുന്ന ക്ലേശകരമായ സാഹചര്യവും ഒരു വീട് കണ്ട് അമ്മ മാതാവിന് സമർപ്പിച്ച് ഇഷ്ടപ്പെട്ട് അത് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകമാംവിധം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് മറ്റെല്ലാ തടസ്സങ്ങളും മാറി ആ വീട് 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുടുംബത്തിന് ലഭിച്ചതിൻ്റെ സന്തോഷമാണ് രണ്ടാമത് പങ്കുവച്ചത്. പിന്നീടൊരു വർഷം കഴിയുമ്പോൾ സാധാരണഗതിയിൽ വീടിൻ്റെ വാടക കൊടുക്കാറാണ് പതിവ്. അത് കുടുംബത്തിന് മുന്നോട്ട് പോകുമ്പോൾ ഏറെ സാമ്പത്തിക ഭാരം ഉണ്ടാകുമെന്നതിനാൽ അമ്മയുടെ തിരുസന്നിധിയിൽ അത് വാടക കൂട്ടാതെ തന്നെ ആ ഭവനത്തിൽ തുടർന്ന് താമസിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അമ്മയുടെ മുമ്പിൽ മുട്ടിപ്പായത് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയാണ് സഹോദരി സൂചിപ്പിച്ചത്, എത്ര നാൾ വേണമെങ്കിലും താമസിക്കാം, ഒരേ വാടക തന്നെ അനുവദിച്ചുകൊണ്ട് ഇടയ്ക്കത് കൂട്ടില്ല എന്ന രീതിയിൽ അവർക്ക് അതിൻ്റെ ഉള്ള പേപ്പറുകൾ എഗ്രിമെൻ്റായി സന്തോഷത്തോടു കൂടി ആഗ്രഹിച്ച മാതാവിടി ലഭിച്ച വീട് അവർ UK ഉള്ളിടത്തോളം കാലം ആ പ്രദേശത്ത് താമസിക്കുന്നിടത്തോളം അവർക്ക് അനുവദിച്ച് കിട്ടുന്നതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവച്ചത്. ഓരോ കാര്യത്തിലും അമ്മയോട് ഒരു കാര്യം കൊടുത്തു കഴിയുമ്പോൾ അമ്മ എത്ര നന്നായി, എത്ര നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ
ഭാരങ്ങൾ കുറയ്ക്കുന്ന രീതിയിൽ ഇടപെട്ടത് അനുവദിച്ചു തരുന്നുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവരുടെ അക്രൈസ്തവരായ ഈ ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അത് ഭാര്യയും ഭർത്താവും അവർക്കിരുവർക്കുമിടയിലുള്ള ഉടമ്പടി ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളാണ്. ജീവിത പങ്കാളി ഉടമ്പടിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തതിന് ശേഷം രണ്ടുപേരും തീഷ്ണതയോടുകൂടി അമ്മ മാതാവിൻ്റെ ഉടമ്പടിയുടെ പ്രാർത്ഥനകളിൽ പങ്കുചേരുന്നു, ധ്യാനത്തിൽ പങ്കുചേരുന്നു, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനും പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെടുവാനും തയ്യാറാവുകയും ചെയ്യുന്നു. നമുക്ക് ക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്നതാണ് ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഞാൻ ക്രിസ്തുവിന് സ്വന്തമായുള്ള വ്യക്തിയാണോ? ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളാണോ എന്നെ നിരന്തരം നയിക്കുന്നത്? ക്രിസ്തുവിൻ്റെ കരുണയും സ്നേഹവും എൻ്റെ ജീവിതത്തെ എന്നും നിലനിർത്തിക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും വിധം എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ, അതിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ പങ്കുവയ്ക്കുവാൻ എന്നെ പ്രാപ്തമാക്കുന്നുണ്ടോ? ഉടമ്പടിയിലൂടെ നമ്മളെ ഓരോരുത്തരെയും അമ്മ മാതാവ് പ്രത്യേകമാംവിധം രൂപീകരിക്കുക ക്രിസ്തു നമ്മളിൽ രൂപപ്പെടുന്ന പ്രക്രിയയാണ്. ക്രിസ്തുവിനെ പോലെ നിഷ്കളങ്കമായി സ്നേഹിക്കുവാൻ, ക്രിസ്തുവിനെ പോലെ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ, ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് എന്നും നന്മ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ, ക്രിസ്തുവിനെ പോലെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശകാലത്തെയും തരണം ചെയ്യുവാൻ, അതാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ വളർച്ചയും പക്വതയും. അതിലേക്ക് രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഈ ഉടമ്പടി ജീവിതത്തിലൂടെ മുന്നേറുന്നു. അതിൻ്റെ സന്തോഷവും അതിലൂടെ ലഭിച്ച നിരവധിയായ അനുഭവങ്ങൾ, രോഗസൗഖ്യം ഉൾപ്പെടെ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ്. ഈ കുടുംബത്തിന് അമ്മ മാതാവിലൂടെ ലഭിച്ച ഈ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ആദ്യമായി തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിയ. ഞാൻ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ഇന്നലെയാണ്. പിന്നെ എൻ്റെ മകൻ ലൂക്കയുടെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ മകന് 2 മാസത്തോളമായി ഒരു ഞെട്ടലും കരച്ചിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും പേടി തട്ടിയതായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങളുടെ ഇടവക പള്ളിയിലുള്ള അച്ഛനെ കൊണ്ട് തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിപ്പിച്ചു, എന്തെങ്കിലും പേടി തട്ടിയതാണെന്ന് വിചാരിച്ച്. എന്നിട്ടും അവന് കുറവില്ലായിരുന്നു. പിന്നെയും ഞെട്ടലും കരച്ചിലും തന്നെയായിരുന്നു. അങ്ങനെ അവൻ എൻ്റെ വീട്ടിൽ ഒരാഴ്ചത്തേക്ക് പോയി നിന്ന സമയത്ത് അവൻ അപസ്മാരം പോലെ വന്നു. അങ്ങനെ ആദ്യമായി അവൻ അപസ്മാരം വന്നത്. ഉടൻ തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി EEG ചെയ്തു. EEG ചെയ്തപ്പോൾ അത് നോർമലായിരുന്നു. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവനെ ഒരു കണ്ണിങ്ങനെ ഇടയ്ക്ക് അടയ്ക്കലും ഇങ്ങനെ ചുണ്ടുകൊണ്ടൊരു ഇങ്ങനെ കാണിക്കുന്നതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡോക്ടേഴ്സ് പറഞ്ഞത് ടിക്സ് എന്ന ഒരു രോഗലക്ഷണമാണ് കാണിക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് പഞ്ചാബിൽ പട്ടാളത്തിലാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് മോൻ നിന്നിരുന്നത്. മോനെ അങ്ങനെ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തി 4-5 ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അവന് പെട്ടെന്ന് ഞെട്ടലും കരച്ചിലും വന്നു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ നേരിട്ട് കാണണം അപസ്മാരം വരുന്നത്, എന്നാലേ പറയാൻ പറ്റുള്ളൂ എന്ത് രീതിയിലുള്ളതാണ് എന്താണെന്നുള്ളത്. അങ്ങനെ അവർ മരുന്നൊന്നും തന്നില്ല, തിരിച്ചു വിട്ടു. EEGക്ക് ഡേറ്റ് തന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ അവന് 1-ാം തീയതി വൈകുന്നേരം പിന്നെ അപസ്മാരം പോലെ വന്നു. പിറ്റത്തെ ദിവസം ജൂൺ 2 അവൻ്റെ ബർത്ത്ഡേ ആണ്. ജൂൺ 2 അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. അങ്ങനെ അവന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഉച്ചയായപ്പോൾ ഒരു പ്രാവശ്യം അപസ്മാരം പോലെ ഡോക്ടേഴ്സിൻ്റെ മുൻപിൽ നിന്ന് വന്നു. അപ്പോഴത്തേനും ഒരു പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വൈകുന്നേരവും നിർത്താതെ അപസ്മാരം വന്നു. 3 മണിക്കൂറോളം അപസ്മാരം നീണ്ടു നിന്നു. അതിൽ ഡോക്ടേഴ്സ് പറഞ്ഞു മോന് ബ്ലഡ് ഫ്ലോയും എല്ലാം കുറവാണ്, മോനെ തിരിച്ചു കിട്ടുമെന്ന് പോലും ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ നെറ്റിയിൽ തൈലം പൂശി ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു ICUന്ന്. അങ്ങനെ പെട്ടെന്ന് അവനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റാൻ പോകാൻ ഒരു മരുന്നിനോടും പ്രതികരിക്കുന്നില്ലായിരുന്നു. 3-4 മരുന്ന്, ഏറ്റവും ഡോസ് കൂടി അപസ്മാരത്തിൻ്റെ മരുന്ന് വരെ കൊടുത്തു. 3 വയസ്സേ ഉള്ളൂ കുഞ്ഞിന്. അങ്ങനെ ഏറ്റവും ഡോസ് കൂടിയ മരുന്ന് വരെ അവന് കൊടുത്തു. അങ്ങനെ അവനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി. ഇതാണ് അവൻ വെൻറ്റിലേറ്ററിൽ കിടന്ന ഫോട്ടോ. വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ
അന്ന് രാത്രി എൻ്റെ നാത്തൂൻ്റെ മകൻ സ്വപ്നം കണ്ടു. മാതാവും മാലാഖമാരും കൂടെ റിച്ചുവിനെ വന്ന് തൊട്ടു എന്ന് പറഞ്ഞു രാവിലെ എണീറ്റപ്പോൾ. പിറ്റത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവനെ വെൻറ്റിലേറ്ററിൽ നിന്നും മാറ്റി. അവന് എണീക്കുമ്പോൾ ഇനി കണ്ണ് കാണുമോ, നടക്കുമോ, അവന് സംസാരിക്കുമോ, ഓർമ്മയുണ്ടാകുമോ എന്നൊന്നും ഡോക്ടേഴ്സ് ഉറപ്പ് പറഞ്ഞില്ല. അത്ര സമയം നീണ്ടു നിന്ന അപസ്മാരമായതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം നെറ്റിയിൽ പൂശി അവൻ കണ്ണ് തുറക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ വെൻറ്റിലേറ്ററിൽ നിന്ന് ഔട്ടായി മയക്കത്തിൽ നിന്ന് വിട്ട് എണീറ്റപ്പോൾ അവന് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ സംസാരിക്കുന്നത് അവന് കേൾക്കാം, പക്ഷേ അവന് കാണുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ കണ്ണിൽ തൈലം തൂത്ത് അവൻ ഉറങ്ങിയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം. ഒരാളെ മാത്രമേ ഉള്ളിൽ കയറ്റുള്ളൂ. ഞാൻ ഉള്ളിൽ അവൻ്റെ കണ്ണിൽ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ് അവൻ ഉറങ്ങി എണീറ്റപ്പോൾ അവൻ അമ്മയെന്ന് വിളിച്ചു. പിന്നെ അമ്മയാണ് അവനെ നോക്കുന്നത്. അമ്മേനെ കണ്ടു അവന് മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ അവന് കുറേ ടെസ്റ്റുകൾ പറഞ്ഞു. ഇവർ എന്ത് കാരണം കൊണ്ടാണോ 3 മണിക്കൂർ ഈ അപസ്മാരം നീണ്ടു നിന്നത് ഡോക്ടേഴ്സിന് അറിയില്ല. അതുകൊണ്ട് പല ടെസ്റ്റുകൾക്ക് പറഞ്ഞു. നട്ടെല്ലിൽ നിന്ന് CSF കുത്തിയെടുത്തിട്ടുള്ള ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകളുണ്ടായിരുന്നു. എല്ലാ ടെസ്റ്റുകൾ വിടുമ്പോഴും മാതാവിൻ്റെ എണ്ണയും കൊണ്ട് കുരിശിട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾ വിടാറുള്ളത്. മാതാവിൻ്റെ തൈലം തൂത്ത് കുരിശിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് എല്ലാ ടെസ്റ്റുകളിലും വിട്ടുകൊണ്ടിരുന്നത്. MRI എടുത്തു. അതിന് പോയപ്പോഴും അവൻ്റെ നെറ്റിയിൽ കുരിശിട്ടു മാതാവിൻ്റെ തൈലം കൊണ്ട്. ഈ MRI നോർമലാണ്. MRIയിൽ തലയിൽ മുഴയൊന്നുമില്ല. അതേപോലെ CT സ്കാനിന് കൊണ്ടുപോയപ്പോൾ അവനെ പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ തൈലം തൂത്തു. CT സ്കാനിൽ ക്ലോട്ട് കാര്യങ്ങളൊന്നുമില്ല തലയിൽ. അതേപോലെ അവർ വലിയ ടെസ്റ്റുകൾ പറഞ്ഞു. CSF വിട്ടു, ബ്ലഡ് ടെസ്റ്റ് വിട്ടു. ഇതൊക്കെ മാതാവിൻ്റെ തൈലം തൂത്ത് വിട്ടു. എല്ലാം നെഗറ്റീവാണ്, ഒരു കുഴപ്പമില്ല. ഡോക്ടേഴ്സ് തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഓരോ പ്രാവശ്യം അവർ റൗണ്ട്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, മോനെ ഇപ്പോഴൊന്നും ICUന്ന് മാറ്റാൻ പറ്റത്തില്ല, കുറേ നാൾ വേണ്ടി വരും, റിക്കവർ ആകുമെന്ന് തന്നെ ഉറപ്പില്ല, നടക്കുമെന്ന് ഉറപ്പില്ല, ഒന്നും അവർ ഉറപ്പ് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ മീസിൽസ് എന്നും പറഞ്ഞ ഒരു രോഗമാണെങ്കിൽ അതിന് ഇവിടെ ചികിത്സയില്ല, നിംഹാൻസ് ബാംഗ്ലൂർ മാത്രമേ അവന് ചികിത്സയുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ കാശുരൂപം ഞാൻ എപ്പോഴും ഇവൻ ഉറങ്ങുമ്പോൾ ഇവൻ്റെ തലയുടെ അടിയിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും, മോൻ എണീക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം കാണണേന്ന്. അങ്ങനെ അവൻ ഓരോ പ്രാവശ്യം ഉറങ്ങി എണീക്കുമ്പോൾ അവനിൽ ഓരോ മാറ്റം കണ്ടു. അത് ഡോക്ടേഴ്സ് അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അവനെ 4 ദിവസം കൊണ്ട് ICUന്ന് ഡിസ്ചാർജ് ആക്കി വാർഡിലേക്ക് മാറ്റി. വാർഡിലെത്തിയപ്പോൾ അവന് നടക്കാൻ കഴിയില്ലായിരുന്നു, ഇരിക്കുകയും സംസാരിക്കുകയും കണ്ണ് കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവൻ നടക്കാൻ കഴിയാതെ 2 ദിവസം കൊണ്ട് മാതാവിനോട് ഇവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മാതാവിൻ്റെ ഉപ്പ് ഇട്ടിട്ടായിരുന്നു ഞങ്ങൾ ഇവന് കഞ്ഞിവെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവന് കുഴപ്പമൊന്നുമില്ലാതെ അവൻ ഓടിച്ചാടി നടന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോകുന്നത്. എല്ലാം നെഗറ്റീവാണ്. എല്ലാ മരുന്നുകളും അവന് നിർത്തി. അവന് ഒരൊറ്റ മരുന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചെറിയൊരു ഡോസിൽ ഒരു മരുന്ന് 1 വർഷത്തേക്ക് കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മോൻ്റെ സൗഖ്യം പൂർണ്ണമായിട്ട് അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ ശക്തി കൊണ്ടാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതേപോലെ ഞാൻ 2023 മെയ് 15 ദുബായിലേക്ക് പോയത്. ജോലിയുടെ ആവശ്യത്തെ തുടർന്ന് എൻ്റെ നാത്തൂൻ്റെ കൂടെയാണ് പോയത്. അപ്പം അവിടെ ചെന്ന് കുറേ മാസങ്ങൾ കഷ്ടപ്പെട്ടു, എന്നിട്ടൊന്നും ജോലി കിട്ടിയില്ല. അങ്ങനെ നവംബർ ലാസ്റ്റ് വീക്കിൽ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ പ്രെയർ റിക്വസ്റ്റ് കൊടുത്തു. എന്നും പള്ളിയിൽ പോകുമായിരുന്നു. ഇംഗ്ലീഷ് കുർബാനയാണെങ്കിൽ ഞാൻ പോയി കൂടുമായിരുന്നു. അതേപോലെ ദുബായിൽ ഇങ്ങനെ യാചകരൊന്നും അധികം ഇല്ല, എങ്കിലും പോകുന്ന വഴിയിൽ ഒരു ദിവസം ഒരാളെ കണ്ടു, പിറ്റത്തെ ദിവസവും കണ്ടു. അങ്ങനെ 3-ാമത്തെ ദിവസം ഞാൻ വിചാരിച്ചു അയാൾ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം അയാൾക്ക് പൊതിച്ചോറ് പോലെ കൊണ്ടുപോയി കൊടുത്തു. അതേപോലെ വഴിയായിരിക്കും. പിന്നെ അയാളെ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ഒരു ദിവസം പോകുമ്പോൾ ഒരു അമ്മയും കുഞ്ഞും കൂടി ഇരിപ്പുണ്ടായിരുന്നു വഴിയരികിൽ. 3 മാസത്തോളം പ്രായമുള്ള ആ കുഞ്ഞിനെയും കൊണ്ട് വെയിലത്തിരിക്കുന്ന കണ്ടു. അങ്ങനെ അടുത്തുള്ള കടയിൽ പോയി ആ അമ്മയ്ക്ക് വെള്ളവും ഭക്ഷണവും വാങ്ങിക്കൊടുത്തു. പിന്നെ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ വേറെ മതങ്ങളാണേലും അവരോട് പോലും മാതാവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. മാതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളും എല്ലാം പറയുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിൽ ഞാൻ എൻ്റെ ജോലിയുടെ ആവശ്യമാണ് പറഞ്ഞത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഓരോ മാസത്തെ ശമ്പളത്തിൽ നിന്നും ഓരോ ഓഹരി ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് ഞാൻ ഓരോ മാസവും 3000 രൂപ വെച്ച് ഓരോരോ പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു. അനാഥാലയങ്ങളിൽ അല്ലെങ്കിൽ ആരെങ്കിലും
മരുന്ന് എന്തെങ്കിലും വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ, സ്കൂളിലേക്ക് പിള്ളേർക്ക് സാധനങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഓരോ മാസവും കൊടുക്കുമായിരുന്നു. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഞാൻ നവംബർ ലാസ്റ്റിനാണ് എടുത്തത്. ഡിസംബർ 9 എനിക്ക് ജോലി കിട്ടിയത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 107, 20, 21 തിരുവചനങ്ങൾ. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. ഷിയ ജിമോൻ എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് മകന് ലഭിച്ച അത്ഭുത രോഗസൗഖ്യത്തെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. മകന് ചെറിയ പനിയായി തുടങ്ങുകയും പിന്നീട് 3 മണിക്കൂർ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന ഫിക്സായി മാറുകയും കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ച് കിട്ടില്ല എന്ന് ഡോക്ടർമാർ പറയും വിധം അതിഗൗരവ അവസ്ഥയിലേക്ക് കുഞ്ഞിൻ്റെ ജീവൻ രോഗാവസ്ഥ പെട്ടെന്ന് വഷളാവുകയും ചെയ്യുന്നു. ആ നാളുകളിൽ, ആ ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ ഈ കുടുംബം അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം കുഞ്ഞിനെ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ മാതാവിനെ, കൃപാസന മാതാവിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടി എടുത്ത മക്കൾ ആശുപത്രിയിൽ എത്തുകയും അവർ ഉടമ്പടി തൈലം കൈമാറിക്കൊടുത്ത് അങ്ങനെ ഉടമ്പടി തൈലം കുഞ്ഞിനെ വെന്റിലേറ്ററിൽ കാണുവാൻ ചെല്ലുന്ന സമയത്ത് നിരന്തരം കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മ മാതാവിൻ്റെ ഉടമ്പടി ആശീർവാദം കുഞ്ഞ് കിടക്കുന്ന ആ കെട്ടിലിൽ തലയോട് ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണയാൽ, സഹായത്താൽ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം വേഗം ലഭിക്കുന്നതിന് വേണ്ടി കുടുംബം പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. സഹോദരി പർഷ്യ പറയുന്നുണ്ട്, ഓരോ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുമ്പോഴും അതിലൊക്കെയും അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ മാതാവെ സൗഖ്യത്തിലേക്ക്, സംരക്ഷണയിലേക്ക്, കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മാറ്റണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അത് പരിശോധനയ്ക്ക് അയച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞിന് കണ്ണിന് കാഴ്ചക്കുറവുണ്ടാകും, നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും, ബൗദ്ധികമായ കുറവുകളുണ്ടാകും. അങ്ങനെ പറയാൻ പറ്റാവുന്ന എല്ലാ രോഗാവസ്ഥകളും ആശുപത്രി ഡോക്ടർമാർ റൗണ്ട്സിന് വന്നു പോകുമ്പോൾ മാതാപിതാക്കൾ ഭയപ്പെടും വിധം പറയുകയും എത്ര നാൾ എടുക്കുമെന്നറിയാത്തത് കൊണ്ട് കഴിയുന്നത്ര ലീവ് നീട്ടുവാൻ വേണ്ടി മാതാപിതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്ത ഇടത്താണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അമ്മ മാതാവ് ഈശോയുടെ കൃപയാൽ പൂർണ്ണമായി കുഞ്ഞിനെ ആരോഗ്യത്തിൽ സൗഖ്യം നൽകിക്കൊണ്ട് ഒരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി കുഞ്ഞിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. സഹോദരിയുടെ ജീവിത പങ്കാളിയുടെ അമ്മ, അതുപോലെ തന്നെ മറ്റൊന്ന് 2 വ്യക്തികളെടുത്ത ഉടമ്പടിയും അവരുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളും കുഞ്ഞിന് ആശുപത്രിയിൽ കിടന്ന ദിവസങ്ങളിൽ എന്നും ഉപകാരപ്പെടുകയും അതിൻ്റെ നന്ദിയും ആ ഉടമ്പടി ജീവിതം തുടരുവാനുള്ള ആഗ്രഹത്തോടു കൂടി മകള് ഉടമ്പടി എടുത്ത് അമ്മയ്ക്ക് കുഞ്ഞിനെ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത്ഭുതകരമായ അതിവേഗത്തിലുള്ള അമ്മ മാതാവിലൂടെ ലഭിച്ച ഈ രോഗസൗഖ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് രമ്യ മേരി. ഞാൻ തൃശ്ശൂർ കൊടകരയിൽ വല്ലപ്പാടി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് 2022 സെപ്റ്റംബർ 14 ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ ആ നിയോഗങ്ങളെല്ലാം സാധിച്ചതിന് ഞാൻ ഈ പരിശുദ്ധ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയായിരുന്നു. അതിനുശേഷം ആദ്യത്തെ പുതുക്കലിനും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇതിപ്പോൾ 3ാമത്തെയും 4ാമത്തെയും ഉടമ്പടിയിൽ പുതുക്കിയ അനുഭവങ്ങൾക്ക് അനുഗ്രഹം പറയുന്നതിന് വേണ്ടിയാണ് ഈ അൾത്താരയിൽ ഞാൻ ആയിരിക്കുന്നത്. എൻ്റെ മൂത്ത മകൾ മരീസ 2 വർഷമായിട്ട് അവളുടെ കാലിൽ സ്കിൻ ഫുള്ള് പൊട്ടി ചൊറിഞ്ഞ് നന്നായിട്ട് ചലമൊലിച്ച് പഴുപ്പ് പോലെ വരുന്നൊരവസ്ഥയായിരുന്നു. അതിൽ അവൾക്ക് അസഹനീയമായ വേദനയും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഡോക്ടേഴ്സിനെ മാറ്റി മാറ്റി കാണിച്ചിരുന്നു. എന്നാലും അതിൽ മരുന്ന് കഴിച്ചിട്ടോ ഓയിൽമെൻറ്റ് പുരട്ടിയിട്ടോ ഒന്നും കുറവുണ്ടായിരുന്നില്ല. അവളുടെ കാലിരുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയായിരുന്നു. ഒരുപാട് ചലമൊലിച്ച് തൊലിയൊക്കെ പോയി പഴുത്ത് കൊച്ചിന് കിടക്കാനും പറ്റില്ല, ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് വിശുദ്ധ തൈലം, ഉടമ്പടി തൈലം സ്ഥിരമായിട്ട് അവളും ഞാനും മാറി മാറി പ്രാർത്ഥിച്ച് ഉപയോഗിക്കുകയും ഉപ്പ് ഇട്ട് വെള്ളത്തിലിട്ട് കഴുകുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിപ്പോൾ ഒരു തരി പാട് പോലും അവിടെ ഇല്ലാണ്ട് അത് പൂർണ്ണമായിട്ടും മാതാവ് സൗഖ്യത്തിനായി ഈശോ വഴി സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഇപ്പോൾ 1 വർഷമായി കൊച്ചിനൊരു ചൊറിച്ചിലോ പാടോ ഒന്നുമില്ലാണ്ട് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പിന്നെ രണ്ടാമത്തേത് എൻ്റെ ചെറിയ മോൾക്ക് പെട്ടെന്ന് സ്കിന്നിൽ ഫുള്ള്
തടിച്ചു വരികയും ചുമന്ന പാടുകളും ചൊറിച്ചിലൊക്കെ ആയിട്ട് നെറ്റി മുതൽ കാല് വരെ ഫുൾ പെട്ടെന്ന് അങ്ങോട്ട് തിണർത്ത് വരും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാണുമ്പോൾ നമുക്ക് പേടിയാവും. കൊച്ചിൻ്റെ രൂപം ആകെ വികൃതമാവും. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കുഞ്ഞു കൊച്ചായിരുന്നില്ല, 1 വർഷം മുന്നാണ്. ആ സമയത്ത് നമുക്ക് ആകെ എന്ത് ചെയ്യണം, കൊച്ചിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പേടി, കരച്ചിൽ, ബഹളം. ഡോക്ടറിൻ്റെ അടുത്ത് ഓടിക്കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഫുഡിൻ്റെ എന്തെങ്കിലും അലർജി ആയിരിക്കും, ലാക്ടോകലാമിൻ മേത്ത് പുരട്ടിയാൽ മതി, അത് തന്നെ ചുരുങ്ങിക്കോളുന്നാണ് പറഞ്ഞത്. പിന്നെ ചെറിയൊരു മരുന്ന് തന്നു വിട്ടു. പക്ഷേ അത് കൊടുത്തിട്ടോ ലാക്ടോകലാമിൻ പുരട്ടിയിട്ടോ ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ തൈലത്തിൻ്റെ കാര്യം ഓർത്തതും വേഗം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കൊച്ചിൻ്റെ ദേഹമാസകലം വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഉടനടിയാണ് കൺമുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ആ പാടുകളും തടിപ്പും എല്ലാം അപ്രത്യക്ഷിതമായിട്ട് പിന്നെ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചത്. അതിനും പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ജോലിക്ക് 2 വർഷമായിട്ട് ഞാൻ ജോലിക്ക് പോകണുണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാപ്പ് വന്നതാണ്. അപ്പോൾ 4ാമത്തെ പുതുക്കലിന് ഇവിടെ വന്നപ്പോഴേക്കും എനിക്കൊരു നല്ല ജോലി, നല്ല സാലറിയിൽ ലഭിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എമൗണ്ട്, അതെനിക്ക് അർഹതപ്പെട്ട എമൗണ്ട് അല്ല, എനിക്ക് അതിനുള്ള മെറിറ്റ് ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് എന്ന് പറയുന്നത് അതങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന അതേ സ്ഥാപനത്തിൽ തന്നെ അവരെന്നെ തിരിച്ചു വിളിക്കുകയും അവിടെ ആർക്കും ഇതുവരെ കൊടുക്കാതിരുന്നത്, ഞാൻ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്, അതുവരെ കൊടുക്കാതിരുന്ന ഞാൻ എഴുതിയ അതേ എമൗണ്ടിൽ തന്നെ എനിക്ക് ആ സാലറി അവർ തന്നെ എനിക്ക് തിരിച്ച് റീജോയിൻ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത ലഭിച്ചതാണെന്നും ഞാൻ വെച്ച നിയോഗങ്ങളെക്കാൾ ഉപരി എന്തെല്ലാം ആത്മീയമായിട്ടുള്ള വളർച്ചയുണ്ടോ അതെല്ലാം ഭൗതികം മാത്രമല്ല ആത്മീയവുമായി വളരെയേറെ വളർച്ച എൻ്റെ ജീവിതത്തിലുണ്ടായി. ഏറ്റവും കൂടുതൽ എനിക്ക് ദേഷ്യമുള്ള ആളായിരുന്നു. അതുപോലെ ക്ഷമിക്കാൻ പെട്ടെന്ന് പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ തിരിച്ചപ്പം തന്നെ പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. അതെല്ലാം ഇപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്നു. എത്ര എനിക്ക് വിഷമം തട്ടിയ കാര്യമാണെങ്കിലും ഞാനത് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിന് എനിക്കിവിടെ പുതുക്കാൻ വരാൻ സാധിക്കാത്ത സമയങ്ങളിലും ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കെട്ട് പത്രമെങ്കിലും ഞാൻ കുറഞ്ഞത് വാങ്ങിച്ച് ആശുപത്രികളിലും നട്ടുച്ചയ്ക്കായാലും പൊരുമഴയത്തായാലും വീടുകളിലോ എവിടെയൊക്കെ എനിക്ക് പോകാൻ സാധിക്കുന്നു അവിടെയെല്ലാം പോയി പരിശുദ്ധ അമ്മയെക്കുറിച്ചും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള അമ്മ അനുഗ്രഹിച്ച് സാധിച്ചു കിട്ടിയിട്ടുള്ളതും എനിക്ക് ആത്മീയപരമായി ലഭിച്ചിട്ടുള്ള എല്ലാ കൃപകളും ഞാൻ പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ അമ്മയെ തുറന്നു കാണിച്ചുകൊണ്ട് ജീവിച്ച് പോകുന്നതൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും അമ്മയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും ഇടയായിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയാണിത്. ഞങ്ങളുടെ വീട് 25 വർഷമായിട്ട് പണി കഴിച്ച വീട്ടിൽ എന്തെങ്കിലും ഒരു പുതുക്കിപ്പണിയലോ മുകളിലേക്ക് ഒരു നില കൂടി എടുക്കുന്ന കാര്യത്തിനോ 6 വർഷമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പല തടസ്സങ്ങൾ കാരണം അതങ്ങനെ നീണ്ടു പോയി. ഇതും 4ാമത്തെ പുതുക്കലിന് ഞാൻ നിയോഗമായി വെച്ചിരുന്നു. അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്, അമ്മയും നിയോഗം വെച്ചിരുന്നു. 1 മാസം കൊണ്ട് 4ാമത്തെ ഉടമ്പടി എടുത്ത് 1 മാസം കൊണ്ട് തന്നെ സാമ്പത്തികമായ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാവുകയും പെട്ടെന്ന് തന്നെ പണി കഴിച്ച് നമുക്കവിടെ താമസിക്കാൻ വാടകക്കാരെ കിട്ടുകയും ചെയ്തു. പരിശുദ്ധ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ട് ഒട്ടനവധി പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം തിരുവചനം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. രമ്യ മേരി എന്ന ഈ സഹോദരി കുഞ്ഞുങ്ങളോടും അമ്മയോടും ഒപ്പം ചേർന്ന പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഈ അൾത്താരയിൽ കുടുംബത്തിന് ലഭിച്ച 4 അനുഗ്രഹങ്ങളെ പ്രത്യേകമാവിധം സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തെ 2 കുഞ്ഞുമക്കൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തെയാണ്. അലർജിയുടെ കലശലായ രോഗവും മരുന്ന് കഴിച്ചിട്ട് ഫലമില്ലാത്ത അവസ്ഥയും ഉണ്ടായ നാളുകളിൽ ഉടമ്പടി തൈലം പൂശി മക്കൾക്ക് പ്രാർത്ഥിക്കുകയും അതിലൂടെ അത്ഭുതകരമായും ചുരുങ്ങിയ ദിവസം കൊണ്ടും പൂർണ്ണമായും രോഗം സൗഖ്യപ്പെടുകയും മക്കൾക്ക് പിന്നീട് അതിൻ്റെ യാതൊരു അസ്വസ്ഥതയുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീട് സഹോദരിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്ന് നാട്ടിൽ വന്നതിന് ശേഷം ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും എങ്കിലും അർഹതയില്ല എന്ന് സ്വയം കരുതുന്ന ഒരു മെച്ചപ്പെട്ട സാലറി അത് എഴുതി ഓഫർ ആഗ്രഹിക്കുകയും ചെയ്തു.
എന്നാൽ അത് അമ്മ മാതാവ് യാതൊരു കുഴപ്പവുമില്ലാതെ തൻ്റെ കഴിവിനാലല്ല, മറിച്ച് ദൈവകൃപയാൽ മകൾ ആഗ്രഹിച്ചതുപോലെ നേരത്തെ ജോലി ചെയ്തിടത്ത് തന്നെ മികച്ച സാലറിയോടുകൂടി ജോലി ചെയ്യുവാൻ മകൾക്ക് വഴി തുറന്നു കൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. മൂന്നാമത് 25 വർഷത്തിലേറെയായ വീട്ടിൽ ഒരു നില കൂടി പണിയുവാൻ ആഗ്രഹിച്ച് ഒത്തിരി നാളായി കാത്തിരുന്നിട്ട് തടസ്സങ്ങൾ മാത്രം തുടർച്ചയായി വരികയും മുന്നോട്ടൊന്നും പോകാതിരുന്നപ്പോൾ 4ാമത് പുതുക്കുമ്പോൾ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ എല്ലാ കാര്യങ്ങളും 1 മാസം കൊണ്ട് ശരിയായി വന്ന് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ 2ാം നില പൂർത്തീകരിച്ചെടുക്കുവാൻ കുടുംബത്തിന് സാധിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഉടമ്പടി തൈലം എത്ര കണ്ട് വിശ്വാസത്തോടെ കുടുംബം പ്രയോഗിച്ചുവെന്ന് 2 മക്കൾക്കും വന്ന രോഗസൗഖ്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. കാരണം അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം അത് പ്രത്യേകമാവിധം ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് അത് വിശ്വാസത്തോടെ പ്രയോഗിക്കുന്ന ഓരോരുത്തർക്കും സൗഖ്യത്തിനും അഭിഷേകത്തിനും കാരണമാകുവാൻ വേണ്ടി കൈമാറുന്നതാണ്. അത് പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായി ലോകത്തിലെല്ലായിടത്തും ഉടമ്പടി എടുത്ത മക്കൾ നെറ്റിത്തടത്തിൽ എല്ലാ ദിവസവും രാവിലെ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അത് അഭിഷേകം ചെയ്യുമ്പോൾ അത് അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണത്തിലേക്കാണ് ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് ഉടമ്പടിയുടെ തൈലത്തെ ഗൗരവത്തോടെ കാണുകയും വിശ്വാസത്തോടെ പ്രയോഗിക്കുകയും അത് സൗഖ്യത്തിനും സംരക്ഷണത്തിനും അന്നുവരെ തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനും ഉപകാരപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരൊക്കെയാണോ അതിനെ സ്വീകരിക്കുന്നതും ഉപയോഗിക്കുന്നതും അവർക്കൊക്കെയും ദൈവാനുഭവങ്ങൾ ലഭിക്കുന്നത് ഈ അൾത്താരയിൽ ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്ക് അമ്മയുടെ കരങ്ങളിൽ ഈ കുടുംബത്തിൻ്റെ നന്മകളെ, അനുഭവങ്ങളെ നമുക്ക് സന്തോഷത്തോടെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെയും ഉടമ്പടി സാക്ഷ്യങ്ങളാക്കി, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യങ്ങളാക്കി ഈ അൾത്താരയിലേക്ക് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. ആദ്യം തന്നെ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുകയാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ കറുകച്ചാലിൽ നിന്നാണ് വരുന്നത്. ഒരു അക്രൈസ്തവയാണ്. എൻ്റെ പേര് ശ്രീലത എന്നാണ്. ഞാൻ ഉടമ്പടി ഉണ്ടാകാൻ ഇടയായ കാര്യമെന്ന് പറഞ്ഞാൽ, എനിക്ക് 2021 കൊറോണ വന്നു ഒത്തിരി കൂടിപ്പോയി. അപ്പോൾ ഡോക്ടർ ജീവിത പങ്കാളിയോട് പറഞ്ഞു 10% ഉള്ളൂ, അതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലേ ഉള്ളൂ ചേട്ടൻ പ്രാർത്ഥിക്കണം, അതേ നമുക്ക് ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയായിരുന്നു 10% പോലും ഇല്ലായിരുന്നു എന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ഞാൻ ദൈവത്തെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. ഇത് കൊറോണ വിട്ടുമാറുന്നില്ല. ദിവസങ്ങളും മാസങ്ങളുമായിട്ടും ആഴ്ചകളായിട്ടും കൊറോണ വിട്ടുമാറുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയും ഞാനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ അമ്മയെ 4 പ്രാവശ്യം 8 നോയമ്പ് എടുത്തിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മ എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ മകളായി ജീവിച്ചോളാം, അമ്മയെ വിളിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർന്നു. ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ ക്രാസിയൽ ഒരു സ്ത്രീ രൂപം വന്നിരുന്നു. ഞാൻ അങ്ങനെ കൊറോണ നെഗറ്റീവായി ഞാൻ രക്ഷപ്പെട്ടു. അതിനുശേഷം വീട്ടിൽ വന്നു. ഞാൻ ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ പറഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കൂടുതൽ അമ്മയോട് അടുക്കാനോ ഒന്നും ഇടയായില്ല. അങ്ങനെ കഴിയുന്ന ഒരു ദിവസം എനിക്ക് കൃപാസനത്തിലെ പത്രം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ പോകാമെങ്കിൽ ആഴ്ചയിൽ ഒരു പനി വീതം എനിക്ക് വരുമായിരുന്നു. അത് വരുന്നത് നമ്മളെ തകർക്കുന്ന രീതിയിലുള്ള പനിയായിരുന്നു. ഞാനന്ന് പറഞ്ഞു, എനിക്ക് കൃപാസനത്തിൽ വന്നാൽ ഞാൻ രക്ഷപ്പെടും, എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം പുറത്തൊക്കെ അന്വേഷിച്ചവൻ പറഞ്ഞു അവിടെ അങ്ങനെയല്ല, ഒത്തിരി നെഗറ്റീവുകൾ കിട്ടിയത്, അത് കാരണം വരാൻ പറ്റിയില്ല. അങ്ങനെ മുന്നോട്ട് പോയി. ഒരു ദിവസം എനിക്ക് സുഖമില്ലാതെ തന്നെ വൈകിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം വെളുപ്പിനെ ഞാനൊരു സ്വപ്നം കണ്ടുണർന്നു. ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ ഫ്രണ്ടിലായി ഒരു തിരുരൂപം, ഒത്തിരി കടകളും ഒത്തിരി ആൾക്കാരും ഉണ്ട്. ഞാനും ആ ആൾക്കൂട്ടത്തിൽ നിൽപ്പുണ്ട്. ഫ്രണ്ടിൽ കൂടി വലിയ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. ആ ഒരു വാഹനം വന്ന് നിന്നു. മേളിൽ നിന്നൊരു നീല അങ്കി ധരിച്ച മാതാവ് താഴേക്ക് ഇറങ്ങി വന്നു. ഈ വണ്ടിയിൽ നിന്ന് എന്തോ ഒന്നെടുത്ത് വാതിക്കലുള്ള തിരുരൂപത്തിൻ്റെ ഹൃദയഭാഗത്ത് വെച്ചു. അമ്മ കണ്ണു തുറന്നു, ഞാനും കണ്ണു തുറന്നു. ഞാൻ സമയം നോക്കിയപ്പോൾ 5:30 അപ്പോൾ അത് ഞാൻ അന്ന് വരെ കണ്ടിട്ടില്ല കൃപാസനത്തിലെ ടോക്ക്. അതിനകത്ത് അച്ഛൻ്റെ ടോക്ക് വന്നു. ഞാനത് നേരെ മക്കൾക്കും ചേട്ടനുമൊക്കെ അയച്ചു കൊടുത്തു ഫോണിലേക്ക്. അപ്പോൾ എന്നോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, അമ്മ എന്നാൽ എത്രയും പെട്ടെന്ന് അച്ഛനെയും കൂട്ടിക്കൊണ്ട് കൃപാസനത്തിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് തലകറക്കവും അസുഖങ്ങളും ഒക്കെ ഉള്ളത് കാരണം വന്നില്ല. ഒരാഴ്ച കഴിഞ്ഞു. മരുന്ന് കഴിച്ചിട്ടെങ്ങും പിടിക്കാതെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കൃപാസനത്തിൽ ചെന്നെങ്കിൽ മാത്രമേ എൻ്റെ അസുഖം മാറുകയുള്ളൂ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി കോട്ടയം വഴിയാണ് വന്നത്. ഇങ്ങോട്ട് വരും തോറും എൻ്റെ അസുഖങ്ങൾ മാറി മാറി ഞാൻ നോർമലായി. ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്ക് പറയത്തക്ക അസുഖമൊന്നും ഇല്ലാതെയായി. ഞങ്ങളിവിടെ വന്നു, ഞാൻ ഉടമ്പടി എടുത്തു. ചേട്ടനോട് ചോദിച്ചു, പ്രാർത്ഥന കഴിഞ്ഞ് പോയാൽ പോരെ, ഉടമ്പടി എടുക്കണോ? ഞാൻ പറഞ്ഞു അല്ല, ഉടമ്പടി എടുത്ത് അമ്മയോടൊത്ത് ജീവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്തു. ഇവിടുന്ന് വീട്ടിൽ പോയി എല്ലാം 3 മാസം കൂടിയിരിക്കുമ്പോഴും ഞാനിവിടെ വന്ന 18-ാം തീയതി തന്നെ ഉടമ്പടി പുതുക്കാറുണ്ട്. ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കുന്നു. പിന്നെ അമ്മ എന്നെ ഒരു സ്വപ്നത്തിൽ കാണിച്ചു. ചേട്ടൻ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയുടെ കയ്യിൽ ഒത്തിരി ജപമാല ഇരിക്കുന്നു. ആ ജപമാല ഇട്ടിട്ട് ഒരെണ്ണം കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഇതിട്ടോളാൻ പറഞ്ഞു. അന്ന് മുതൽ ഞാനിവിടെ വന്നൊരു ജപമാല മേടിച്ച് അമ്മയുടെ കാശ് രൂപവും കോർത്ത് എൻ്റെ കഴുത്തിൽ ഇട്ടിട്ടുണ്ട്. അന്ന് മുതൽ എൻ്റെ കഴുത്തിൽ നിന്ന് ഈ ജപമാല മാറിയിട്ടില്ല. അങ്ങനെ ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും കൂടുതൽ സ്നേഹത്തോടെ അങ്ങനെ ജീവിക്കുന്ന ഒരു ദിവസം എൻ്റെ തലയ്ക്കൊരു വേദന വന്നു. മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. നമുക്കൊരിടത്ത് പോകാനോ, എനിക്കൊരു കടയുണ്ട്, കടയിൽ നിൽക്കാനോ ഒന്നും പറ്റില്ല. വെള്ളം കണ്ടമാനമാണ് മൂക്കിൽ നിന്ന് വരുന്നത്. ഇടത്ത് മൂക്കിൽ നിന്ന് എപ്പോഴും വരും, വലത്ത് മൂക്കിൽ നിന്നും ചിലപ്പോഴൊക്കെ വരും. എന്നെ ഒരു 14 ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും ഈ അസുഖത്തിന് മാറ്റമൊന്നുമില്ല. അങ്ങനെ മാറ്റമില്ലാതിരിക്കുമ്പം കോട്ടയം ഭാരത് ആശുപത്രിയിൽ ഒരാഴ്ച അഡ്മിറ്റ് ആകുകയും ചെയ്തു. എന്നിട്ടും ഒരു മാറ്റവും. അപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെ അന്ന് ഇനിയും നമുക്ക് ഇവിടെ പോയാൽ മതി, അമൃതയിൽ പോയാൽ മതി, ഒന്ന് ചെക്കപ്പൊക്കെ ചെയ്ത് പോരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഡോക്ടർമാരാരും എന്നെ ചികിത്സിക്കേണ്ട, എൻ്റെ കൃപാസനത്തിലെ അമ്മയും ഈശോയിലും വലിയൊരു ഡോക്ടർ ഇന്ന് ഈ ലോകത്തിലില്ല, ഞാൻ ഇനി അവിടെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛനെ കാണണം. അപ്പോൾ എന്നോട് ചോദിച്ചു, അസുഖം എന്താണെന്ന് ചോദിച്ചു. എനിക്ക് അസുഖം പറയാനായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ അറിയത്തില്ല, എൻ്റെ മൂക്കിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, ഇതൊന്നും ഒരു അച്ഛനെ കാണാനുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഞാനിവിടെ വന്ന് പൊട്ടിക്കരഞ്ഞു. അമ്മേ, ഇനി അമ്മയല്ലാതെ എനിക്ക് ആരുമില്ല എൻ്റെ അസുഖം മാറ്റിത്തരാൻ, അമ്മ എൻ്റെ അസുഖം മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതായത് എനിക്ക് ധ്യാനം കൂടാനോ ഒന്നും പറ്റില്ലായിരുന്നു തലയുടെ വിഷമം കൊണ്ട്. 2024 16-ാം തീയതി ഒരു ടോക്ക് രാവിലെ ശനിയാഴ്ചയായിരുന്നു. എന്തായാലും ഇന്ന് ടോക്ക് കൂടിയിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ മൊബൈൽ തുറന്നു. ഇച്ചിരി മാറ്റിയാണ് വെച്ചത്. അങ്ങനെ വെച്ച് ഞാൻ ടോക്ക് കേൾക്കുമ്പോഴത്തേക്കിന് ആ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ പറയുന്നത്, ആദ്യം തന്നെ രോഗസൗഖ്യമായിരുന്നു. അന്ന് അച്ഛൻ പറഞ്ഞു, തലയ്ക്ക് കേടുള്ള ഒരു മകളാണ്, ഇടത്ത് മൂക്കിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും, വലത്ത് മൂക്കിൽ നിന്നും ചെറുതായിട്ട് ചൊറിയറാന്ന് വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത്, ദൈവമേ, ഇത് ഈശോ എന്നെയാണല്ലോ തൊട്ട് സുഖപ്പെടുത്തുന്നത്, എൻ്റെ ഈശോയെ അങ്ങ് എന്നെയാണോ തൊട്ട് സുഖപ്പെടുത്തുന്നത്, എൻ്റെ ദൈവമേ എന്നെയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ അസുഖം എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല. അങ്ങനെ അമ്മയോടൊത്തും ഈശോയോടൊത്തും, ഈശോയെ എനിക്കറിയില്ലായിരുന്നു. കാരണം ഈശോയെ ഇങ്ങനെ കുരിശുരൂപമൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും, എന്താണ് ദൈവമായിട്ട് ഇങ്ങനെയെന്ന്. പക്ഷേ ദൈവത്തിന് സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്താനായിട്ടും ഞങ്ങളുടെയൊക്കെ പാവങ്ങൾക്ക് പരിഹാരമായിട്ടുമാണ് ഈശോ അത് ചെയ്തതെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ എനിക്കൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ കച്ചവടമില്ലാതെ ചുമ്മാ ഇരിക്കും. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ബൈബിള് വായിക്കും. അങ്ങനെ അവിടെ ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്കിന് കച്ചവടമൊന്നുമില്ല. ആരേലും അപ്പുറത്തിപ്പുറമൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് നാണക്കേടാണ്. പക്ഷേ ആർക്കും അറിയത്തില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ അവിടെ ഇരുന്ന് ബൈബിള് വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഈശോയോട് സങ്കടപ്പെട്ട് കരഞ്ഞു കഴിയുമ്പോൾ എൻ്റെ പരിശുദ്ധ അമ്മേ, ഞാനിവിടെ ചുമ്മാതിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് വെച്ച് ഞാൻ മൊബൈലെടുത്ത് നോക്കുമ്പോൾ ഈശോ കൃത്യമായിട്ട് എന്നോട് പറയും, എവിടെയാണോ നീ ലജ്ജിതയായത് അവിടെ നിന്നെ ഞാൻ ഉയർത്തുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം മാറും. ഞാൻ പിന്നെ ചിരിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ ചിരിക്കുകയും കരയാൻ അവസരം കിട്ടിയാൽ ഞാൻ കരയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ഈശോയുടെ അമ്മയുടെ അടുക്കൽ മാത്രമേ കരയത്തുള്ളൂ. അല്ലാതെ ഒരു മനുഷ്യനെ ഞാൻ കരഞ്ഞു കാണിക്കുകയില്ല. എൻ്റെ ഈശോയിലും അമ്മയിലും വിശ്വസിച്ച് ഞാൻ ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഈ കടയുടെ തൊട്ടപ്പുറത്തൊരു കടയുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ ആ കട വിട്ടു. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഈ കട നിങ്ങൾക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു, അവിടെ തയ്യക്കടയും. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് മെറിറ്റിൽ എൻ്റെ കഴിവിൽ ഈ കട മുന്നോട്ട് പോകില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എൻ്റെ 2 ദിവസം കഴിഞ്ഞാണ് അവിടെ ഒരു കട ഒഴിഞ്ഞു. അമ്മ അത് എനിക്ക് തരിച്ചു. ആ കടയിലെ ഇന്ന് തയ്യലും ലേഡീസ് സ്റ്റോറും തുണിക്കടയും ഒക്കെ ആയിട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ മുറിവായിട്ട് ഞങ്ങളവിടെ കച്ചവടമൊക്കെ നടത്തി കഴിയുകയാണ്. അതിനുശേഷം എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞോളൂ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. മാതാവിൻ്റെ അടുത്ത് വരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു. ഒരു ദിവസം ഒരു ഏപ്രിൽ മാസം 10-ാം തീയതി പെടലിക്കൊരു വേദന വന്നു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ എന്താണെന്ന് ചോദിച്ചു. ഏതായാലും ഇച്ചിരി ഓയിൽമെൻറ്റ് പുരട്ടാമെന്നും പറഞ്ഞ് ഞങ്ങൾ പുരട്ടി, മാറിയില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. നേരെ കരുത്താസിൽ ചെന്നപ്പം കരുത്താസിൽ എന്നെ പിടിച്ച് അഡ്മിറ്റാക്കി.
3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് നെഞ്ചിനകത്ത് ഭയങ്കര ഭാരം, വിഷമം, ശ്വാസം പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ ഒന്ന് കാണാം എന്നും പറഞ്ഞു ഇവിടെ പോകാൻ നേരത്തെ ഞാനിവിടെ കയ്യെ പിടിച്ചു. പുള്ളിക്കാരി തോടിച്ചെന്ന് പരിശുദ്ധ മാതാവിൻ്റെ തൈലം കൊണ്ട് എൻ്റെ നെഞ്ചിൽ തേച്ചു. ഒരു 5 മിനിറ്റിനകം എനിക്ക് ശ്വാസം വീണ്ടും കിട്ടി. ഞാൻ പറഞ്ഞു ഉടനെ അവർ സ്കാനിങ്ങിന് കുറിച്ചു. സ്കാനിങ് ചെയ്തപ്പം ഗ്രോത്ത് ഉണ്ട്, അത് നമുക്ക് വയോസിക്ക് അയക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മളങ്ങ് തകർന്നു പോയി. ആരാണേലും തകരുമല്ലോ. അപ്പം പ്രാർത്ഥനയുടെ കാര്യത്തിൽ എൻ്റെ കുടുംബം ഭയങ്കരമായിട്ട് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഡോക്ടർ വന്നപ്പം പറഞ്ഞു ഡോക്ടറെ വയോസിക്ക് പോകണ്ട, എനിക്ക് കൃപാസനത്തിലെ മാതാവിനെ വിശ്വാസമാണ്, ഞങ്ങളവിടെ പോകുന്നതാണ്, ഞങ്ങളവിടെ പോയേക്കുക, ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടർ ഒന്ന് ചിരിച്ചേച്ച് ഡിസ്ചാർജ് ചെയ്തു തന്നു. ഞങ്ങൾ നേരെ ഇവിടെ വന്നു. അപ്പോൾ എൻ്റെ ഒരു കിഡ്നിക്കും പ്രശ്നമുണ്ട്. ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഈ പള്ളയ്ക്കുള്ള വേദന അതിഭയങ്കരമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 30% ഒരു കിഡ്നിക്ക് പ്രവർത്തനമുള്ളൂ, ഒന്നിനും വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് അച്ഛൻ സൈത്ത് പുരട്ടിയപ്പം മുതൽ, ആ കരങ്ങൾ എന്നിൽ സ്പർശിച്ചപ്പം മുതൽ എൻ്റെ ഈശോയുടെ അടുത്ത് വെച്ച് പറയാം, മാതാവിൻ്റെ അടുത്ത് വെച്ച് അന്നേരം മുതൽ എനിക്ക് ആ ഒരു വിഷമം ഇന്നു വരെ ഇല്ല. തിരിച്ച് ഞങ്ങളെ അവിടെ ആശുപത്രിയിൽ പോയപ്പം പോകണ്ട, അപ്പം മെഡിക്കൽ കോളേജിലെ ഈ ലെൻസിൻ്റെ ഒരു ഡോക്ടറുണ്ട്, അവിടുത്തെ ഏറ്റവും കൂടിയ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ വീട്ടിൽ നോക്കുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നമുക്കൊന്ന് കാണാനൊരു മാർഗം ഉണ്ടായി, ഞാൻ അവിടെ പോയെങ്കിലും എനിക്ക് ഒന്ന് കാണുമല്ലോ എന്ന് പറഞ്ഞു. വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, അതേ നമുക്ക് വേറൊരാളോട് വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ വീട്ടിൽ പോയി കാണാം. ഡോക്ടർ ആരെയും നോക്കുന്നില്ല, എന്നെ നോക്കി ഞാനും വൈഫും കൂടെ അവിടെ ചെന്നപ്പം എന്നോട് പറഞ്ഞു നമുക്ക് ഫിലിം കാണുന്ന ഒരു പടം എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. നേരത്തെ സ്കാമല്ലാതെ ഞങ്ങൾ എടുത്തുകൊണ്ട് അവിടെ കാണിച്ചപ്പം അമ്മയുടെ അനുഗ്രഹം, ഈശോയുടെ അനുഗ്രഹം കൊണ്ട് എന്തോ ഒന്നുണ്ടായിരുന്നു, അത് അവിടെ നിന്ന് പൊഴിഞ്ഞു പോയി, ഇതിന് ചികിത്സ വേണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മളിവിടെ പറയുമ്പം എല്ലാവരും പറയും ഇതൊന്നുമല്ല, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു തന്നെയാണെന്ന് ഞങ്ങൾക്ക് 100% അറിയാം. ദൈവത്തിൻ്റെ ഇച്ഛ അനുസരിച്ചേ ഇനി ഞങ്ങൾ ജീവിക്കത്തുള്ളൂ. അതിന് ഇവിടുത്തെ അച്ഛനോടും മാതാവിനോടും ഈശോയോടും എല്ലാം നന്ദി പറയുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ഇവിടുത്തെ ധ്യാനം കൂടുകയും ഒരു പ്രാവശ്യം ഞാൻ കോട്ടയം വഴി ഇങ്ങോട്ട് വന്നു. എനിക്ക് ഞായറാഴ്ചത്തെ ധ്യാനം കൂടാനായിട്ട് ഞാൻ പുതുക്കാൻ വന്നതാണ്, പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ താമസിച്ചു പോയി. അന്നത്തെ ധ്യാനം ഞാനിവിടെ കൂടി, എനിക്കത് വളരെ എന്നെ സ്പർശിച്ചു. അതിൽ പിന്നെ എല്ലാ മാസവും ഞാൻ ഞായറാഴ്ച വന്ന് ധ്യാനം കൂടാറുണ്ട്, എല്ലാ മാസത്തിലെയും. പിന്നെ പ്രേക്ഷിത കാരുണ്യ പ്രവൃത്തിയായിട്ട് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച പൊതി കെട്ടി ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് കൊടുക്കും. എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യും. പത്രം മേടിച്ച് കൊടുക്കുന്നതിന് ഇന്നോർക്കൊന്നൊന്നുമില്ല, അയൽവക്കത്തും കൊടുക്കും, ആശുപത്രിയിലും കൊടുക്കും, ഓട്ടോ സ്റ്റാൻഡിലാണെങ്കിൽ ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കും, വഴിനീളം നടന്നു കൊടുക്കും. എനിക്ക് ആ കാര്യത്തിൽ മടിയില്ല. കാരണം അമ്മയിൽ നിന്നും ഈശോയിൽ നിന്നും കിട്ടുന്ന അത്ര വലിയ അനുഗ്രഹമാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. ഞങ്ങളെ സാക്ഷിയാക്കി മാറ്റിയതിന് കോടാനുകോടി നന്ദി അമ്മയോട് പറയുകയാണ്. യെശയ്യാ 40, 30, 31 തിരുവചനങ്ങൾ. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ശ്രീലത എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി വാസുദേവനും പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച വലിയ രോഗസൗഖ്യങ്ങളെ, അതോടൊപ്പം ജീവിതത്തിൽ ലഭിച്ച അഭിവൃദ്ധിയെ ഒത്തിരി നന്ദിയോടെ നിറകണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരിക്കുണ്ടായ 2-3 രോഗാവസ്ഥകളിൽ അമ്മയോട് ലഭിച്ച വലിയ സൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്തി. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുമ്പോൾ ധ്യാനത്തിലുള്ള രോഗസൗഖ്യ പ്രാർത്ഥനാ സമയത്ത് പ്രത്യേകമാവിധം സഹോദരിയുടെ രോഗം എടുത്തു പറഞ്ഞ് സന്ദേശം കൈമാറിയതും ആ നിമിഷം മുതൽ ആ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിനെയും പ്രത്യേകം സഹോദരി സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അപ്പച്ചൻ്റെ 2 രോഗങ്ങളെയാണ് സൗഖ്യപ്പെടുത്തിയതിനെ സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യത്തത് ഒരു കിഡ്നി പ്രവർത്തിക്കാതെ ഏതാണ്ട് 30% മാത്രം പ്രവർത്തനവുമായി ഏറെ ക്ലേശം അനുഭവിച്ച നാളുകളിൽ അച്ഛൻ സൈത്തപൂശി കൈതൊട്ട് കുരിശടയാളം വരച്ച് അമ്മ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിമിഷം മുതൽ പൂർണ്ണ സൗഖ്യവും പിന്നെ നാളിന്ന് വരെയും യാതൊരു കുഴപ്പവുമില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനെ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ
സഹോദരന് ഉണ്ടായിരുന്ന ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന വിഷയത്തിൽ അതിൻ്റെ യാതൊരു അംശം പോലുമില്ലാതെ ആ രോഗത്തെയും പൂർണ്ണ സൗഖ്യം ലഭിച്ചതിനെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. അത്ഭുത രോഗസൗഖ്യങ്ങളെയാണ് ഈ രണ്ടുപേരും ഈ അൾത്താരയിൽ പങ്കുവച്ചത്. അതിന് അവർക്ക് നമ്മളോട് പറയുവാനുള്ളത് എത്ര കണ്ട് ജീവിതത്തെ ഉടമ്പടി പ്രകാരം നയിച്ചു ജീവിച്ചു എന്നതിനെക്കുറിച്ചാണ്. എളിമയോടുകൂടി ഉടമ്പടിയെ അറിഞ്ഞ നാൾ മുതൽ പൂർണ്ണമായി ശരണപ്പെട്ട് വിശ്വസിക്കുകയും അറിഞ്ഞ് പ്രാർത്ഥിക്കുകയും അമ്മ മാതാവ് കൂടെ ഉണ്ടെങ്കിൽ ഏതൊരു ജീവിത വിഷയവും പരിഹരിക്കപ്പെടും എന്ന ബോധ്യത്തോടു കൂടി അമ്മയുടെ കരങ്ങളിൽ എല്ലാ ഗൗരവ വിഷയങ്ങളെയും സമർപ്പിക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നതാണ്. പ്രത്യേകിച്ച് ജോസഫ് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷയെക്കുറിച്ചും സഹോദരൻ്റെ സാക്ഷ്യത്തിൽ പങ്കുവച്ചിരുന്നു. അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏത് ജീവിത വിഷയത്തെയും നമ്മൾ അൾത്താരയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ ക്ലിയറാണ്, അത് സത്യസന്ധരാണ്, വിശ്വസ്തയോടെ ജീവിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. കുമ്പസാരിച്ചൊരുങ്ങി നമ്മുടെ ആത്മശുദ്ധിയോടുകൂടി ദൈവിക ഇടപെടലിന് വേണ്ടി ഈ അൾത്താരയിൽ മുട്ടുകുത്തുവാനായിട്ട് ശ്രദ്ധയുണ്ടാവണം. നമുക്ക് വന്നുപോയ തെറ്റുകുറ്റങ്ങളെയും കുറവുകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മാപ്പ് ചോദിച്ചും ആരോടെങ്കിലും രമ്യതപ്പെടുവാനാണെങ്കിൽ രമ്യതപ്പെട്ടും ദൈവത്തിന് നേരിട്ട് പ്രവർത്തിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ആത്മശരീരങ്ങളെ ഈ അൾത്താരയിലേക്ക് സമർപ്പിച്ചാണ് അച്ഛൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഏൽപ്പിക്കുന്നതെങ്കിൽ അത് അമ്മ മാതാവിൻ്റെ അരികിൽ അച്ഛൻ സമർപ്പിക്കുമ്പോൾ ആ നിമിഷങ്ങളിൽ തന്നെ നമുക്കതിൻ്റെ സന്ദേശവും ദൈവിക ഇടപെടലുകളും നടന്നുകൊണ്ടിരിക്കും. ഓരോ മകനും മകളും ഈ അൾത്താരയിൽ വന്ന് പറയുന്ന സാക്ഷ്യത്തിൽ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ സൗഖ്യം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ജീവിതത്തെ ദൈവഹിത പ്രകാരം ക്രമപ്പെടുത്തുകയും വിശ്വസ്തതയിൽ ഉടമ്പടി ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് അനുഗ്രഹത്തിനുള്ള കാരണമായി മാറുന്നുവെന്നാണ്. ഇനി ഉടമ്പടി ഉഴപ്പിയിട്ട് കേവലം കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഈ അൾത്താരയിൽ കുത്തുന്നതെങ്കിൽ കൃത്യമായിട്ട് അത് അച്ഛൻ നിങ്ങളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ നിയോഗത്തെ അമ്മ മാതാവിന് സമർപ്പിക്കുമ്പോഴോ അച്ഛന് കൃത്യം നോട്ട് കൊടുക്കാറുണ്ട്, വൃത്തിക്ക് ജീവിക്കുവാനായിട്ട് പറയണമെന്ന്. കാരണം ദൈവികമായ ശക്തി പ്രസരിക്കുന്ന ഏറ്റവും ദിവ്യമായ ഏറ്റവും ദൈവസാന്നിധ്യമുള്ള ഒരു ശുശ്രൂഷയാണ് ഈ അൾത്താരയിൽ മണിക്കൂറുകളിൽ അച്ഛൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജോസഫ് അച്ഛനെ കാണുവാൻ വേണ്ടി ആഗ്രഹത്തോടെ നമ്മുടെ വലിയ പ്രശ്നങ്ങളുമായി എന്നൊക്കെ അൾത്താരയിൽ വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ നമ്മളൊന്നും ഉറപ്പിച്ചിരിക്കണം, ഉടമ്പടി കൃത്യമായി ജീവിക്കുന്നു, എല്ലാവരോടും രമ്യതപ്പെട്ട് ആത്മശുദ്ധി വരുത്തിയിരിക്കുന്നു, ദൈവഹിതത്തിന് നിരക്കാത്തതൊന്നും ജീവിതത്തിലില്ലാതെ ദൈവത്തിന് വേഗത്തിൽ ഇടപെടുവാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ എന്നെ സമർപ്പിക്കുവാൻ തയ്യാറായിരിക്കുന്നുവെന്ന നമ്മുടെ നിയോഗങ്ങൾ അൾത്താരയിലേക്ക് കൊടുത്തു പ്രാർത്ഥിച്ച് അച്ഛൻ അമ്മ മാതാവിന് സമർപ്പിക്കുമ്പോൾ അത് അനുഭവമായി തീരുന്നത് ഉടനടി നമുക്കത് ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ അനുഗ്രഹങ്ങളെ അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ച് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് ബിസ്മി മാത്യു എന്നാണ്. ഞാൻ ഇടുക്കി നെടുങ്കണ്ടം മഞ്ഞപ്പാറ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ജോലി കിട്ടിയ വലിയൊരു സാക്ഷ്യമാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഒരു അവസരം കിട്ടിയതിന് ഞാൻ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഒത്തിരി നന്ദി പറയുവാണ്. കാരണം ഞാൻ പലപ്പോഴും സാക്ഷ്യം കേൾക്കുമ്പം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു, പരിശുദ്ധ അമ്മ എത്ര നല്ല സാക്ഷ്യങ്ങളാണ് കേട്ടിട്ട് ഭയങ്കരമായിട്ട് കൊതിയാകുന്നു, എനിക്കും അതേപോലെ ഒരു സാക്ഷ്യം ഇവിടെ വന്ന് പറയാനുള്ള ഒരു അവസരം നീ എനിക്ക് തരണം എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് 2022 എന്തിനാണെന്ന് ചോദിച്ചാൽ OET എക്സാം പാസ്സാകാനാണ്. ഞാനൊരു നേഴ്സാണ്. സോ എനിക്ക് ന്യൂസിലൻഡിന് പോകണമായിരുന്നു. സോ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു എൻ്റെ കഴിവും കൊണ്ട് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എനിക്ക് അതുകൊണ്ട് പറ്റില്ല. അതിനു മുമ്പ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നു, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് നീ എക്സാം എഴുതിക്കോ, അങ്ങനെ എഴുതി കിട്ടിയ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം എനിക്ക് മാതാവിനെ നേരത്തെ തൊട്ട് അറിയാം, ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, എനിക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. സോ
എനിക്ക് അവിടെ പോകേണ്ട ഒരു കാര്യമില്ലാന്ന് ഞാൻ ചേച്ചിയോട് തുറന്നു പറഞ്ഞു. അതിനുശേഷം പിന്നെയും ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ പാസ്സായില്ലല്ലോ, നീ മീൻസ് ഉടമ്പടി എടുക്കുക, ഓൺലൈൻ ഉടമ്പടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2022 നവംബറിലാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. എടുത്തിട്ട് ഞാൻ ആ മാസം തന്നെ എക്സാമിന് എടുത്തു. അങ്ങനെ അതിനുശേഷം ഞാൻ പാസ്സായി OET എക്സാം. അതിനുശേഷം ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ OET എക്സാം പാസ്സായി, എന്നാൽ ഞാൻ വന്ന ഓഫ്ലൈൻ ഉടമ്പടി എടുക്കാം എന്ന് വിചാരിച്ചു. ആ സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ഇടുക്കിയിൽ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും ഞാൻ വരാമെന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്ലീഡിങ് ആയി. ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പം കൂടാതെ കിട്ടിയാൽ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഓഫ്ലൈൻ ഉടമ്പടി എടുത്തേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ 8-ാം മാസം ആയപ്പം ഞാൻ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും 8-ാം മാസം ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് മീൻസ് ഹൈ BP ആയി, അൺകൺട്രോൾ ആയിട്ടുള്ള BP ആയിരുന്നു. അങ്ങനെ എന്നോട് ഞാൻ കാണിച്ചിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് താഴത്തോട്ട് പൊക്കോ. അങ്ങനെ ഞങ്ങൾ പോയ സ്ഥലത്ത് 2-3 ഹോസ്പിറ്റലൊക്കെ കയറിയെങ്കിലും അവരാരും എന്നെ അക്സെപ്റ്റ് ചെയ്തില്ല. അവർ പറഞ്ഞു, കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് തന്നെ പൊക്കോ, അവിടെ ചെന്നെങ്കിലേ എന്തെങ്കിലും രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ പോയി. അവിടെ ചെന്ന് 2-3 ദിവസം ഞാൻ അവിടുത്തെ ICU കിടന്നു. എന്നിട്ടും എൻ്റെ BP കുറഞ്ഞില്ല. ഞാൻ ഹൈ ഡോസ് മെഡിസിൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇത് ഇൻട്രായൂട്രീൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ആണ്, കൊച്ചിന് വളർച്ചക്കുറവുണ്ട്, എനിക്ക് ഫ്ലൂയിഡിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് കൊച്ചിന് ശ്വാസകോശം ഒന്നും വളർന്നിട്ടില്ല, നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ എന്തായാലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, അതുകൊണ്ട് കൊച്ചിനെ 15 ദിവസം എന്തായാലും NICU കിടത്തേണ്ടി വരുമെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന്. മാതാവ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും കൂടാതെ എനിക്ക് കുഞ്ഞിനെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ആദ്യത്തെ സ്കാൻ കഴിഞ്ഞപ്പം കുട്ടിക്ക് 2 കിലോ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ 2 ദിവസത്തെ സ്കാൻ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് 1,600 പോയി. അന്നേരം അവർ എമർജൻസി സിസേറിയൻ ചെയ്ത് കുട്ടീനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിക്ക് 1,300 വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അവർ ആദ്യത്തെ ഒരു 12 മണിക്കൂർ മാത്രമേ എൻ്റെ കുഞ്ഞിനെ NICU വെക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായുള്ളൂ. യാതൊരു കുഴപ്പവും കൂടാതെ മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തന്നു. അവർ പറഞ്ഞു, ഇതേപോലെ വെയിറ്റ് കുറവുള്ള ഇഷ്ടമാതിരി കുട്ടികളുടെ ഉണ്ട്, അവർ നേസൽ മീൻസ് മൂക്കിക്കൂടെയൊക്കെയാണ് പാല് കുടിക്കുന്നതും ബാക്കി അസ്വസ്ഥതകളൊക്കെ അവർക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നിങ്ങളുടെ കുട്ടിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൈ കിട്ടി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച പോലെ തന്നെ മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൈ തന്നതുകൊണ്ട് ഞാൻ അവനെ ജോസഫ് എന്ന് തന്നെ പേരിടും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ജോസഫ് എന്ന് പേരിട്ടു. ആ സമയത്ത് ഞാൻ ന്യൂസിലൻഡിനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ന്യൂസിലൻഡിന് പോയി. ന്യൂസിലൻഡിൽ ചെന്നപ്പം അവിടുത്തെ സിറ്റുവേഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, ജോലി ആർക്കും കിട്ടുന്നില്ല, എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും തിരിച്ചു വന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് മാതാവ് എനിക്ക് ജോലി തരുമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ ഓൺലൈൻ ഉടമ്പടി വീണ്ടും എടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ ഒന്ന് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തായിരുന്നു, കൊച്ചിന് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട്. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ആ സമയത്തും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് കിട്ടുമെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ മെറിറ്റ് കൊണ്ട് എന്തായാലും എനിക്ക് കിട്ടിയല്ലാന്ന്. അങ്ങനെ ഞാൻ ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ടോക്കുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ച് എൻ്റെ ഓൺലൈൻ ഉടമ്പടി പുതുക്കി ഞാനൊരു ചൊവ്വാഴ്ചയാണ് പുതുക്കുന്നത്. അന്ന് അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം നിങ്ങൾ ഈ ആൾത്താരയിലേക്ക് എറിഞ്ഞിട്ട് തന്നാൽ മതി, എനിക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്, നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സാധിക്കുമെന്ന്. അപ്പം എനിക്ക് ആകെ വിഷമമായിപ്പോയി. ഞാൻ വിചാരിച്ചു, ഞാൻ ഓൺലൈൻ ഉടമ്പടി ഡ്രോപ്പ് ചെയ്തു, അച്ഛനൊക്കെ ഇത്രയും പറഞ്ഞിട്ടും ഞാൻ അതിലൊന്നും വിശ്വസിക്കാതെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് വെച്ച് ഞാൻ അപ്പം തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. അതിന് മുമ്പുള്ള ഇൻ്റർവ്യൂക്ക് ഉണ്ടായിരുന്നെങ്കിലും അവർ ചോദിക്കുന്ന 1 ഇയർ ന്യൂസിലൻഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വിസ ഉണ്ടോയെന്നാണ് ചോദിച്ച് എനിക്ക് എല്ലാം റിജക്റ്റായി പോകുമായിരുന്നു. പിറ്റേ ദിവസം കിട്ടിയ ഇൻ്റർവ്യൂവിൽ എനിക്ക് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവിടുത്തെ സമയം 12 മണിയാണ് ഉച്ച, ഇവിടുത്തെ സമയം 5:30 ആകുമ്പം ഞാനത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വളരെ വിഷമിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഉറച്ച് വിശ്വാസമായി, മാതാവ് ഇതെനിക്ക് തന്ന ഇൻ്റർവ്യൂ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആദ്യമേ കോൾ എടുത്തപ്പം പറഞ്ഞു ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ്. അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ ഇൻ്റർവ്യൂ പോലെ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ റെഡിയാണ് ഇൻ്റർവ്യൂവിനെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് എനിക്ക് മലയാളത്തിലൊരു ഒച്ച കേൾക്കുവാണ്, നീ
ടീംസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതാണോ എന്ന് വിചാരിച്ചു. ഞാൻ ചോദിച്ചു സോറി ഐ കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ ടീംസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിനകത്താണ് നിനക്ക് ഇൻ്റർവ്യൂ എന്ന് എന്നോട് മലയാളത്തിൽ ഇങ്ങോട്ട് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് വിശ്വാസമായി എനിക്ക് വേണ്ടിയുള്ള ജോലിയാണ് ഇത്, മാതാവ് എനിക്ക് തന്ന ജോലിയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ 12:15 തൊട്ട് 12:45 വരെയാണ് എനിക്ക് സമയം തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയൊന്നും കൂടാൻ പറ്റിയില്ല. പ്രത്യക്ഷ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഓൺലൈനിൽ കുർബാന കൂടുന്നതാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ കൊന്തയില്ല, നാണിത്തൊന്നും എനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തു. അന്നേരം പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഒരു മെയിൽ വന്നു, എനിക്ക് പെട്ടെന്നൊരു ഡിലേ വന്നു, അതുകൊണ്ട് നിൻ്റെ ഇൻ്റർവ്യൂ 2:15 തൊട്ട് 2:45 വരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ആ സമയം കൊണ്ട് ഞാൻ ഡെയിലി ബ്രെഡ് കേട്ടു, പിന്നെ കുർബാന കൂടി, കൊന്ത ചൊല്ലി. അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഓഫ്ലൈൻ ഉടമ്പടി എടുത്തിട്ടാത്തതുകൊണ്ട് വിശുദ്ധ വസ്തുക്കളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കാശുരൂപം കൊന്തയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് എൻ്റെ അടുത്തുനിന്ന് ഉടമ്പടി എടുക്കാൻ വന്നവർ വന്ന് കൊണ്ട് തന്ന ഉപ്പാണ്. അങ്ങനെ ഞാനത് ഉപയോഗിച്ച് ഇൻ്റർവ്യൂവിനൊക്കെ ഇരുന്നു. ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പം ഭയങ്കര നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ഇതുവരെ കൂടാത്ത സൈസ് മീൻസ് അറ്റൻഡ് ചെയ്യാത്ത സൈസ് ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂ മലയാളത്തിലായിരുന്നു, മിക്കതും മലയാളത്തിലായിരുന്നു. ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് ചോദിച്ചെങ്കിലും മലയാളത്തിൽ എനിക്ക് ഇങ്ങോട്ടേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇൻ്റർവ്യൂവിന് സമയത്ത് മാതാവ് തന്ന ഇൻ്റർവ്യൂ ആയതുകൊണ്ട് മാതാവ് തന്നെ എന്നെ ഇൻ്റർവ്യൂ എടുക്കണം, ഞാനല്ല പറയേണ്ടത്, മാതാവായിരിക്കണം, ഞാൻ എന്ത് പറഞ്ഞാൽ അത് മാതാവായിരിക്കണം പറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് ക്ലിനിക്കൽ മാനേജറാണ് ഇൻ്റർവ്യൂ എടുത്തത്. മാനേജർ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവായിരിക്കണം എൻ്റെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു മാതാവിൻ്റെ മാലാക വന്നിരിക്കുന്ന പോലെ നിനക്ക് തോന്നിയില്ല എന്ന് ക്ലിനിക്കൽ മാനേജർ എന്നോട് മലയാളത്തിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് മാതാവ് എനിക്ക് മേഡത്തെ തന്നതെന്ന് പറഞ്ഞു. മേഡത്തിൻ്റെ പേര് ലെനി വർഗീസ് എന്നാണ്. അങ്ങനെ എനിക്ക് പിറ്റേ ദിവസം തന്നെ കൺഫർമേഷൻ വന്നു എനിക്ക് ജോലി കിട്ടി എന്നുള്ളത്. അങ്ങനെ ഞാൻ നിയോഗം വെച്ചായിരുന്നു മാതാവ് എനിക്ക് ജോലി കിട്ടുവാണെങ്കിൽ ഞാനിവിടെ ഒന്ന് ഓഫ്ലൈൻ ഉടമ്പടി എടുക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, ഓഫ്ലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ മാസം. എൻ്റെ എല്ലാ പേപ്പേഴ്സ് വർക്കുകളെല്ലാം ക്ലിയറായി. ഞാൻ ഈ സൺഡേ റിട്ടേൺ പോവുകയാണ് ജോലിക്ക് വേണ്ടി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് എൻ്റെ 2 മക്കളെയും എൻ്റെ ഡാഡീനെയും രക്ഷിച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു വലിയ പിക്കമ്പാൻ വന്ന് ഞങ്ങൾ ഇടിക്കാൻ തുടങ്ങി. അപ്പം വലിയൊരു കയറ്റത്തിലായിരുന്നു. അപ്പം ഞങ്ങളൊരു 100 അടി താഴ്ചയിലോട്ട് ഞങ്ങളുടെ കാർ ഇങ്ങനെ താഴത്തോട്ട് പോയി. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊരു മരത്തേൽ വന്നിരുന്ന് താഴത്തോട്ട് പോയതേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ 4 പേരും മരിച്ചു പോകേണ്ട ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അവിടെ നിന്നവരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്. ഞാൻ അന്നേരം എൻ്റെ ഡാഡിയോട് പറഞ്ഞു ഡാഡി മാതാവിൻ്റെ കാശുരൂപം കൊന്തയൊക്കെ നമ്മുടെ കഴുത്തിലുണ്ട്, മാതാവ് തന്നെ രക്ഷിച്ചതാണ് എന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞു. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ സ്വപ്നത്തിലെ ദർശനങ്ങളായിട്ടും എനിക്ക് വന്നിട്ടുണ്ട്. ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ യാതൊരു കുഴപ്പം കൂടാതെ കിട്ടുന്നതിനൊരു തെളിവ് മാതാവ് എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഈശോ വന്ന് എൻ്റെ വയറിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു യാതൊരു കുഴപ്പവും കൂടാതെ നിനക്ക് നിൻ്റെ കുഞ്ഞിനെ കിട്ടും എന്നുള്ളൊരു ദർശനം. അങ്ങനെ ഒരു ദർശനം എനിക്ക് കിട്ടി. അതേപോലെ എല്ലാവർക്കും ഈ സുഗന്ധാഭിഷേകം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ കഴിഞ്ഞ മാസം വന്ന് ഓഫ്ലൈൻ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഞാൻ ഉടമ്പടിയുടെ ക്ലാസ് എല്ലാം കൂടി പുറകിലെ ബാത്റൂമിൽ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം വന്നു. അപ്പോൾ ഞാൻ വിളിച്ചു ബാത്റൂമിൽ ഇവർ ലോഷൻ ഒഴിച്ച് എന്തെങ്കിലും കഴുകിയതായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ചേച്ചിമാരുടെ തലയിലൊക്കെ നോക്കി അവിടെ മുല്ലപ്പൂ ആരെങ്കിലും ചൂടിയിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷേ ആരും ഇല്ലായിരുന്നു. പക്ഷേ എനിക്കൊരു 5 മിനിറ്റ് നേരത്തോളം അങ്ങനെ നല്ല സുഗന്ധാഭിഷേകം ഉണ്ടായി. ഇത്രയൊക്കെയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ. ഇഷ്ടമാതിരി ചെറിയ അനുഗ്രഹങ്ങൾ ഇഷ്ടമാതിരി എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് എൻ്റെ ഭൗതിക ജീവിതത്തിൽ. പക്ഷേ എനിക്ക് അത് പറയാനാണെങ്കിൽ കുറേ നേരം വേണം. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഓൺലൈൻ ഉടമ്പടി ഉണ്ടായിരുന്ന സമയത്ത് നമുക്കങ്ങനെ പത്രമൊന്നും കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ ഇവിടെ വരുന്നവരെ കൊണ്ട് പത്രം മേടിപ്പിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും രോഗികളെ പോയി കാണുകയും ചെയ്യുമായിരുന്നു. നേരത്തെ എനിക്കിങ്ങനെ ആര് വന്നാലും അങ്ങനെ കൊടുക്കണം, എല്ലാവരും പറ്റിക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയല്ല, ആരെന്നോട് ചോദിച്ചാലും ഞാൻ കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും ചെയ്യും. പിന്നെ ആത്മീയമായി എനിക്ക് ഒത്തിരി ഈശോയോട് അടുക്കാൻ പറ്റിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സാധാ ഒരു ക്രിസ്ത്യാനിയെ പോലെ ഇങ്ങനെ സാധാ പോയി കുർബാന കൂടും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കുർബാന കൂടുന്ന സമയത്ത് വളരെ തീക്ഷ്ണതയോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കൂടെ കൂടാൻ പറ്റുന്നുണ്ട്.
തോന്നുന്നുണ്ട്. മിക്ക സമയത്തും എനിക്ക് ഒത്തിരി അനുതാപത്തോടെ കൂടി പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ, ഞാൻ കുർബാന സ്വീകരിക്കുമ്പോൾ മാതാവ്, ഞാൻ സ്വീകരിച്ച ഈശോയെ മാതാവ് എൻ്റെ ഹൃദയത്തിൽ, മാതാവ് എങ്ങനെ ഈശോയെ വളർത്തി വലുതാക്കിയോ അതേപോലെ എൻ്റെ ഉള്ളിലുള്ള ഈശോയെ മാതാവ് വളർത്തി വലുതാക്കി എൻ്റെ കൂടെ നടന്ന് എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ കൂടെ നടന്ന് നിത്യതയിൽ എത്താനുള്ള ഒരു അനുഗ്രഹം മാതാവ് എനിക്ക് തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങളൊക്കെ നേരത്തെ കേൾക്കുമെങ്കിലും എനിക്ക് സാക്ഷ്യം ഒന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ കേൾക്കുമെങ്കിലും ഞാൻ വലിയ കാര്യമായിട്ട് സാക്ഷ്യത്തെ അത്ര പരിഗണിച്ചിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഒരു സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാം എന്ന് തീരുമാനിച്ചത്. ഹരിത എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ സാക്ഷ്യമാണ് ഞാനന്ന് കേട്ട്. എനിക്കത് എന്നെ പെട്ടെന്ന് ഇത് ഇൻഫ്ലുവൻസ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ സാക്ഷ്യത്തിലോട്ട് കൂടുതൽ കേൾക്കാൻ തുടങ്ങി, ഓൺലൈൻ ഉടമ്പടി എടുത്തത്. എനിക്കിങ്ങനെ സാക്ഷ്യം പറയാൻ മടിയുള്ളവരോട് പറയാനുള്ളത്, ഇപ്പം ഞാൻ പറയുന്ന ഒരു സാക്ഷ്യത്തിലൂടെ ആയിരിക്കും ചിലർക്കെങ്കിലും എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ഉടമ്പടിയിലോട്ട് വരാം, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ജീവിച്ചാൽ എനിക്ക് ഈശോയോട് കൂടുതൽ അടുക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്ത പെട്ടെന്ന് വരുന്നത്. മീൻസ് അങ്ങനെ ഒരു സ്പാർക്ക് ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഓരോ സാക്ഷ്യങ്ങളോടെ ഉണ്ടാകാമല്ലോ. ഞാൻ ഇപ്പോഴും ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കും. പിന്നെ എല്ലാവരോടും ഞാൻ പറയും, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും കുറിച്ച് പറഞ്ഞ് ഞാൻ അവരോട് പറയും, നിങ്ങളും ഉടമ്പടി എടുക്കണം, നിങ്ങൾ ഇതേപോലെ ചെയ്താൽ ഇഷ്ടമാതിരി അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും, നിങ്ങൾക്കും സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഞാനിനി എൻ്റെ ജീവിത അവസാനം വരെ ഈ ഉടമ്പടി ജീവിതം തന്നെ നയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഒത്തിരി നന്ദി. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ പറയുന്നു, ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും, അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം. നാം കേട്ട ഈ ബിസ്മി മാത്യുവിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ഒരു വലിയ വാഗ്ദാനവും ആജ്ഞയുമാണ്, അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം. അപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ഒരു ദൂതനെ അയക്കും. നമുക്ക് വേണ്ടി എപ്പോഴും ദൈവഭക്തരുടെ ചുറ്റും ദൂതന്മാർ കാവലടിച്ച് നമുക്ക് വേണ്ടി എപ്പോഴും കാവൽ നിൽക്കുന്നൊരു വലിയ അവസ്ഥയാണ് നാം ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത് നമുക്കറിയാം. ബിസ്മി എന്ന സഹോദരി എല്ലാ കാര്യത്തിലും നല്ല ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഞാൻ എപ്പോഴും നന്നായി പ്രാർത്ഥിക്കും. എനിക്ക് മാതാവിനോട് വളരെ സ്നേഹമുള്ള വ്യക്തിയാണ്. ഞാൻ എപ്പോൾ ചോദിച്ചാലും എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ബിസ്മിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ള ജീവിത ക്ലേശങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് തൻ്റെ ജീവിതത്തിൽ വളരെ പരിശുദ്ധ അമ്മയുടെ, കൃപാസന അമ്മയുടെ മാധ്യസ്ഥം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഓൺലൈൻ ഉടമ്പടി എടുത്ത് സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. സാക്ഷ്യങ്ങൾ കേട്ടപ്പോഴാണ് തനിക്ക് വളരെ കോൺഫിഡൻസ് ലഭിച്ചത്. എനിക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കണം, താൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്നൊക്കെയുള്ള ഒരു വലിയ പ്രചോദനമുണ്ടായത്. അവിടെ നിന്ന് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാനും അടുക്കാനും കൂട്ടുപിടിക്കാനും ഒക്കെ തുടങ്ങി. വളരെ ഇൻറ്റിമസിയോടുകൂടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയതിൻ്റെ ഒരു വലിയ വ്യത്യാസങ്ങളും ജീവിതാനുഭവങ്ങളും അത്ഭുതങ്ങളുമാണ് ഇപ്പോൾ സഹോദരി നമ്മോട് പങ്കുവച്ചത്. സഹോദരി പറയുകയുണ്ടായി, എനിക്ക് ന്യൂസിലാൻഡിലേക്ക് പോകാനുള്ള ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഉണ്ടായ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു മലയാളിയാണ് വന്ന് എന്നോട് ഇൻ്റർവ്യൂ ചെയ്തത്. ഞാൻ ഈ സാക്ഷ്യ സ്ഥിരീകരണത്തെ ഞെട്ടിപ്പോയി. കാരണം ഒരു ന്യൂസിലാൻഡ് ഇൻ്റർവ്യൂ വരുമ്പോൾ ഒരിക്കലും ഒരു മലയാളി വരിക എന്നുള്ളത് റെയർ ആൻഡ് റെയറസ്റ്റ്. അത് ഉണ്ടാവുക അസാധ്യമാണ്. പക്ഷേ അസാധ്യങ്ങളുടെ അമ്മയായ അസാധ്യങ്ങളുടെ സാധ്യതകൾ കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധ അമ്മ തന്നെ മകൾക്കൊരു നല്ല ഇൻ്റർവ്യൂ കൊടുത്ത് അമ്മ തന്നെ, ആ സ്ത്രീ തന്നെ പറയുകയായിരുന്നു, നീ ടേം എന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, എന്തെല്ലാം ചെയ്യണമെന്ന് അവർ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്ത ഒരു ഇൻ്റർവ്യൂ ആണ്. നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മുടെ ഇൻ്റർവ്യൂ സമയത്ത്, നമ്മുടെ പരീക്ഷണങ്ങളിൽ, നമ്മുടെ അസ്വസ്ഥതകളിലെല്ലാം പരിശുദ്ധ അമ്മ കടന്നു വന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും തലോടുകയും ചെയ്യുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്കും ഉണ്ടാകട്ടെ. നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഈ മകളുടെ ഡെലിവറിയുടെ സമയത്തുണ്ടായ ഒരു സ്വപ്ന ദർശനത്തെക്കുറിച്ച് പറയുകയായിരുന്നു. നിനക്കൊരു ആൺകുഞ്ഞിനെയാണ് തരാൻ പോകുന്നത്,
അപ്പോൾ തന്നെ മകളാണെങ്കിൽ ഒരു പെൺകുഞ്ഞാണെങ്കിൽ എനിക്ക് കുഞ്ഞിന് മേരി എന്നും ആൺകുഞ്ഞാണെങ്കിൽ ജോസഫ് എന്നും പേരിടണമെന്ന് ഒരു വലിയ ദൈവിക ഇടപെടലോടുകൂടിയാണ് തൻ്റെ ഡെലിവറിക്ക് വേണ്ടി താൻ ഒരുങ്ങിയിരുന്നത്. കാരണം ഉടമ്പടിയിലായിരിക്കുന്നവർ എപ്പോഴും ദൈവേഷ്ടം അന്വേഷിച്ചുകൊണ്ടിരിക്കും. നമ്മളോട് ദൈവവചനം പറയുന്നു, ആദ്യം അവിടുത്തെ നീതിയും അവിടുത്തെ രാജ്യവും അന്വേഷിക്കുക. നമുക്കുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മെ ഇൻസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു ഉറച്ച ബോധ്യം നമുക്കുണ്ടാകും. അതുപോലെ തന്നെ വലിയൊരു സംരക്ഷണത്തിൻ്റെ കാര്യം പറയുകയായിരുന്നു. പരിശുദ്ധ അമ്മ ഇവരോട് കൂടെ സഞ്ചരിക്കുന്നു. ഇവരുടെ വാഹനം 100 അടി താഴ്ചയിലേക്ക് ആഞ്ഞു പതിക്കുമ്പോൾ ഒരു കൊക്കോ മരമാണ് അവർക്ക് തടഞ്ഞു കൊടുത്തത്. നമുക്കറിയാം ഒരു കൊക്കോ മരത്തിന് എന്തുമാത്രം ബലമുണ്ടാകുമെന്ന്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം, ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്ന എല്ലാവരും തന്നെ ആക്സിഡൻറ്റിൽ ഉണ്ടാകുന്ന വലിയ സംരക്ഷണത്തെക്കുറിച്ച് നാം കേൾക്കുകയാണ്. നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ കയ്യിൽ ആ കാശുരൂപം ഉണ്ടെങ്കിൽ, ഉടമ്പടി കാശുരൂപം, ഉടമ്പടി വസ്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു സംരക്ഷണമാണ്. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അമ്മയാണ്. സഹോദരിക്ക് എപ്പോഴും ടോയ്ലറ്റിൻ്റെ സ്മെല്ല് നമുക്കറിയാം. ഒരു പബ്ലിക് ടോയ്ലറ്റ് നമുക്ക് ഉപയോഗിക്കുമ്പോഴുള്ള ആ സ്മെല്ല് നമുക്കറിയാം എത്രമാത്രം ക്ലീനാണെങ്കിൽ തന്നെയും. മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധാഭിഷേകം സഹോദരിക്ക് ലഭിച്ചു എന്ന് പറയുന്നു. അനുതാപത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും കാരുണ്യ പ്രവൃത്തികളിലേക്ക് ആഴ്ന്നിറങ്ങാനൊക്കെ സഹോദരിക്ക് സാധിക്കുന്നു എന്ന് പറയുന്നു. ഇനി ഈശോ ഇല്ലാതെ, ഈശോയെ വളർത്തിയതുപോലെ എന്നെ വളർത്തണമേ എന്നൊരു വലിയ പ്രാർത്ഥനയിലൂടെയാണ് ഈ സഹോദരി ഇപ്പോഴും ജീവിക്കുന്നത്. ഉടമ്പടിയിലായിരിക്കാനുള്ള വലിയ തീക്ഷ്ണതയോടെ, ഉറപ്പോടെ, വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ ആൾത്താരയിൽ നിന്നിറങ്ങുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെയും ജീവിത പങ്കാളിയുടെയും എല്ലാം കുടുംബത്തിൻ്റെയും അസ്വസ്ഥതകളെ ചേർത്ത് നമുക്ക് ആദ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ബിസ്മിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ആലീസ് വർഗീസ്, മുംബൈയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ജീവിത പങ്കാളി വർഗീസ്. ഞങ്ങൾ 2019 മുതൽ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. 2 വർഷം മുമ്പേ എൻ്റെ ജീവിത പങ്കാളിക്ക് 2 കണ്ണിനും കാറ്ററാക്റ്റിൻ്റെ അസുഖം ഉണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പം നല്ല ചൂടുകാലമായതിനാൽ 15 ദിവസത്തേക്ക് തല കുളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ വിചാരിച്ചു മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇരുന്നു. എന്നിട്ട് അത് 2 വർഷം അങ്ങനെ അങ്ങ് നീണ്ടുപോയി. കാരണം ഇടയ്ക്കങ്ങ് മടിച്ചു. സന്ധ്യ കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാറ്ററാക്റ്റിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട്. എന്നിട്ട് അത് അറിഞ്ഞ ദിവസം മുതൽ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന കഴിയുന്ന ഉടനെ ഉടമ്പടി തൈലം 2 കണ്ണിൻ്റെയും പോളയിൽ പുരട്ടി പ്രാർത്ഥിക്കും, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2 മാസം മുന്നേ ഒരു ദിവസം മുഖം കഴുകുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു, എൻ്റെ കണ്ണിൽ നിന്നും എന്തോ അടർന്നു വീണതായിട്ട് തോന്നുന്നു, വെളുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പം കണ്ണിൽ ചൂട് കാരണം ചീമ്പലായിരിക്കുമെന്ന്. അപ്പോൾ പറഞ്ഞു അതല്ല, എൻ്റെ കണ്ണിൽ നിന്ന് എന്തോ ഒരു സാധനം അടർന്നു പോയിന്ന്. പിന്നെ ഞങ്ങൾ കണ്ണാടി മാറണമെന്ന്, ഒരു കണ്ണാടി ഉണ്ടായിരുന്നത് കളഞ്ഞു പോയി. അപ്പോൾ പുതിയ കണ്ണാടി വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയി. അവിടെ ചെന്ന് ചെക്ക് ചെയ്ത ഉടനെ കണ്ണിൽ കാറ്ററാക്റ്റ് ഇല്ലയെന്ന് അവർ സ്ഥിരീകരിക്കുകയും കണ്ണിൽ ആ പഴയ നേരത്തെ വെച്ചുകൊണ്ടിരുന്ന ആ കണ്ണാടി തന്നെ വെച്ചാൽ മതിയെന്ന് പറയുകയും ചെയ്തു. കാരണം റീഡിങ്ങിന് വേണ്ടി കണ്ണാടി ആവശ്യമായിരുന്നു, അത് ചെയ്താൽ മതിയെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പൂർണ്ണ സൗഖ്യം കണ്ണിന് കിട്ടി, ഒരു ഓപ്പറേഷനും കൂടാതെ. മാതാവിന് തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ 12 വർഷമായിട്ട് എനിക്ക് തൈറോയിഡുണ്ട്. അപ്പോൾ ആ തൈറോയിഡിന് ഞാൻ 100 mgയുടെ മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി. ഒരു സഹോദരിക്ക് കുറേ വർഷങ്ങളായിട്ടുള്ള തൈറോയിഡ് ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും തേനും കഴിച്ചതിൻ്റെ ഫലമായിട്ട് മാറിക്കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഉടമ്പടിയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളാണ്, എന്തുകൊണ്ട് എനിക്കും അങ്ങനെ ചെയ്തുകൂടാ. പിറ്റേ ദിവസം മുതൽ ഞാൻ മരുന്ന് 100 mgയുടെ ആ മരുന്ന് ഉപേക്ഷിച്ചിട്ട് ഉടമ്പടി തൈലം രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ തൊണ്ടയിൽ പുരട്ടുകയും ഉപ്പും തേനും കഴിക്കുകയും ചെയ്തു. ഇത്രയും വർഷമായിട്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി പൂർണ്ണമായിട്ട് എപ്പോൾ ചെക്ക് ചെയ്താലും എൻ്റെ തൈറോയിഡ് നോർമലാണ്. യാതൊരു പ്രശ്നവും തൈറോയിഡിൻ്റേതായിട്ടുള്ളത് എനിക്കിപ്പോൾ ഇല്ല. മൂന്നാമതായിട്ട് 25 വർഷമായിട്ട് എൻ്റെ വസ്തുവിൻ്റെ പോക്കുവരവ് നടക്കാതെ കിടക്കുകയായിരുന്നു. അത് നേരത്തെ വസ്തു എഴുതിയ സമയത്ത് പോക്കുവരവ് ചെയ്യാനായിട്ട് വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്തെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പോൾ ആ സമയത്ത് അതങ്ങ് മറന്നു പോവുകയും ചെയ്തു.
ഇപ്പോൾ 1 വർഷം മുന്നെയാണ് ഞങ്ങളത് അറിയുന്നത്. അതിന് പോക്കുവരവ് ചെയ്തിട്ടില്ല, അതിന് കരമടയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. അങ്ങനെ ആ വില്ലേജ് ഓഫീസിൽ പോയി, സാധാരണയാണെങ്കിൽ പെട്ടെന്നൊന്നും അത് സാധിച്ചു കിട്ടുകയില്ല. 2-3 വർഷമായവരുടെയൊക്കെ അപേക്ഷകൾ അവിടെ കിടക്കുകയാണെന്നാണ് അറിഞ്ഞ ആൾക്കാരൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ അവിടെ പോയിട്ട്, ഞങ്ങൾ 2 ആളും കൂടാണ് പോയത്. അവിടെ ചെന്ന് ഉടമ്പടി ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി വില്ലേജ് ഓഫീസറുടെ മേശയുടെ സൈഡിലായിട്ട് ആരും ചവിട്ടാത്തടത്തായിട്ട് ഇട്ടു, പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ പെട്ടെന്ന് തന്നെ ആ വില്ലേജ് ഓഫീസർ അത് എൻ്റെ അപേക്ഷകളെല്ലാം നോക്കുകയും 4 ദിവസത്തിനുള്ളിൽ തന്നെ അതെല്ലാം ശരിയാക്കി തരികയും ചെയ്തു. അത് ആ ഓഫീസിലുള്ളവർക്കും അതിശയമായിരുന്നു. ആ ചുറ്റുവട്ടത്തുള്ള കേട്ട എല്ലാ ആൾക്കാരും പറഞ്ഞു, ഒരു കാരണവശാലും ആ ഓഫീസർ അങ്ങനെ ചെയ്യുകയില്ല, കാരണം നല്ല കൈക്കൂലി വാങ്ങിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും പ്രത്യേകം പെട്ടെന്ന് കിട്ടിയെന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. 6 മാസം മുമ്പ് എനിക്ക് ഒരു ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ ആ ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുകയും ഡോക്ടറെ കാണിക്കാൻ പോകുന്ന സമയത്ത് തന്നെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം ഉപയോഗിക്കുകയും സോണോഗ്രഫി എടുക്കുന്ന സമയത്ത് കാശുരൂപം കയ്യിൽ പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. ദൈവകൃപയാൽ റിപ്പോർട്ടെല്ലാം നോർമലായിട്ട് വന്നു, യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്നു. അതുപോലെ എൻ്റെ ബ്രസ്റ്റിന് ഒരു ചെറിയ തടിപ്പ്, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള തടിപ്പും വേദനയും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഡോക്ടറെ കാണിച്ചുടനെ സോണോമാമോഗ്രഫി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം സോണോമാമോഗ്രഫി എടുക്കാൻ പോയ സമയത്ത് ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലമൊക്കെ പുരട്ടി ഉപ്പും തേനും കഴിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്ന് ഇതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വളരെ നോർമലാണെന്ന് കണ്ടു. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് 1000 കോടി നന്ദി. പിന്നെ വേറൊരെണ്ണം ഉള്ളത്, ഞങ്ങൾ മുംബൈയിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റാണ്. അപ്പോൾ അതിൻ്റെ 1ാമത്തെ നില മുതൽ ആൾക്കാർ താമസിക്കുന്ന 7 നില വരെയുണ്ട്. താഴത്തെ നിലയിൽ മുഴുവൻ കടകളാണ്. അപ്പം ആ കടകൾക്ക് മുമ്പിൽ കുറേയേറെ സ്ഥലം ഉണ്ട്. അത് ഹൗസിംഗ് സൊസൈറ്റിയുടേതാണ്. പക്ഷേ അത് കടക്കാരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. പക്ഷേ അവർ അത് ഇല്ലീഗലി അക്വയർ ചെയ്തെടുത്തു. അപ്പം ഹൗസിംഗ് സൊസൈറ്റിയിൽ ഉള്ള താമസക്കാരും കടക്കാരും തമ്മിൽ അത് വഴക്കായി, അവസാനം കേസായി. കേസ് 3 വർഷത്തോളം നടന്നു. യാതൊരു വിധത്തിലും അത് നമുക്ക് അനുകൂലമല്ല എന്ന് കണ്ടു. കാരണം അവരത്രയേറെ കൈക്കൂലി കൊടുത്ത് മുനിസിപ്പാലിറ്റിയിൽ അത് ഒതുക്കിക്കൊണ്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഈ ഹസ്ബൻഡായിരുന്നു ഹൗസിംഗ് സൊസൈറ്റിയുടെ ചെയർമാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് ഉടമ്പടിയിൽ ഞാനത് വെക്കുകയും എല്ലാ ദിവസവും അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മ വേഗം തന്നെ ഒരു സൊല്യൂഷൻ മനസ്സിൽ തോന്നിച്ചു. MLA പോയി കണ്ട് സംസാരിക്കാനായിട്ട്. അവിടുത്തെ MLA പോയി കണ്ട് സംസാരിച്ചു. MLA ഉടൻ തന്നെ മേയറെ വിളിച്ച് സംസാരിക്കുകയും മേയർ മുനിസിപ്പൽ കൗൺസിലർക്ക് ഉടൻ തന്നെ ഓർഡർ കൊടുത്ത് എത്രയും പെട്ടെന്ന് ഇല്ലീഗലി അവർ കെട്ടിയിരിക്കുന്ന എല്ലാം പൊളിച്ചു മാറ്റണമെന്ന്. അത് പെട്ടെന്ന് തന്നെ 1 ആഴ്ച കൊണ്ട് തന്നെ അതെല്ലാം സംഭവിച്ചു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാവരോടും ഞങ്ങളതൊരു സാക്ഷ്യമായിട്ട് പറയുകയും ചെയ്തു. കാരണം എല്ലാവർക്കും അറിയായിരുന്നു അത് ഒരു കാരണവശാലും അത് മാറ്റാൻ പറ്റുകയില്ല എന്നുള്ളത്. പരിശുദ്ധ അമ്മ അത് ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്തത്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ പല ഭാഷകളിലുള്ള ബൈബിളുകൾ എല്ലാം വാങ്ങിച്ച് പിന്നെ പലർക്കായിട്ട് വിതരണം ചെയ്യുന്നു. മറാഠി, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളത്തിൽ വേണ്ടവർക്ക് അത് ചോദിക്കുന്നവർക്കല്ല, 1-2 കുറേ ഏറെ അങ്ങനെ ചെയ്യുന്നു. പിന്നെ വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാതെ പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ചെറിയ എമൗണ്ടല്ല, ദൈവം അനുവദിച്ച നല്ല എമൗണ്ടുകൾ തന്നെ കൊടുത്ത് അവരെ സഹായിക്കുന്നു. രോഗികൾക്കൊക്കെ മരുന്ന് വാങ്ങിക്കാനും മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയും അല്ലാതെ മരുന്ന് വാങ്ങിക്കാനും ഹോസ്പിറ്റലിൽ പോകാൻ സൗകര്യമില്ലാത്തവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. രോഗി സന്ദർശനം ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറാഠി, ഹിന്ദി, കൊങ്കിണി, ഇംഗ്ലീഷ് അങ്ങനെയുള്ള പേപ്പറുകളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ അത് ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ 2 പേരുമായിട്ടാണ് നടന്ന് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇപ്രാവശ്യം കുറേയേറെ വാങ്ങിച്ചിട്ടുണ്ട് കൊണ്ടുപോയി കൊടുക്കാനായിട്ട്. അതുപോലെ ഉടമ്പടി ഉപ്പ്, തേന് ഇത് ചോദിക്കുന്ന, അതുപോലെ കാശുരൂപങ്ങൾ, വെഞ്ചരിച്ചത്, കൊന്ത, ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കും. കാരണം പലർക്കും ഇവിടെ കൃപാസനത്ത് വരാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും ഇത് കൊണ്ടു കൊടുക്കുകയും അവരോട് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. മറാഠികൾക്കൊക്കെ ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. പലരും ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്നേഹത്തിലും പരിചയത്തിലുള്ള ഒത്തിരി വ്യക്തികൾ ഞങ്ങൾ കാരണം ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ഉന്നതി എന്ന് പറയാൻ, ഞാൻ മാർത്തോമാ സഭയിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. എന്നെ വിവാഹം കഴിച്ചത് കാത്തലിക്കിലാണ്.
അത് കാരണം എനിക്ക് ജപമാലയോടൊന്നും വലിയ ഭക്തിയൊന്നും ഇല്ലായിരുന്നു, കാരണം അറിയാൻ വയ്യാത്തത് കൊണ്ടുള്ള ഇതായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ജപമാലയോട് അടങ്ങാത്ത ഒരു സ്നേഹവും ഭക്തിയും എല്ലാം വരികയും ഡെയിലി ഏറ്റവും കുറഞ്ഞത് 4 ജപമാല സമ്പൂർണ്ണ ജപമാല ചൊല്ലും. പിന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് സ്പെഷ്യലായിട്ട് ചൊല്ലും. പിന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന മുടക്കുകയില്ല. പറ്റുന്ന സമയത്തെല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരിക്കും. പിന്നെ ഇപ്പം ബൈബിള് 11 പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് തീർത്തിട്ടുണ്ട്. ഇപ്പോഴും വായന വീണ്ടും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അറിയാൻ പറ്റുന്ന എല്ലാവർക്കും കൃപാസനത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാവർക്കും ഷെയർ ചെയ്യും. വചനങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. ആ വചനങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പലരും പറയും വളരെ സന്തോഷം തോന്നുന്നുണ്ട്, ആ വചനം ഞങ്ങൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി സമാധാനവും സന്തോഷവും തോന്നുന്നുണ്ട്. ഹിന്ദുക്കളായാലും ഒക്കെ ഒത്തിരി പേർക്ക് ഒരുപാട് സമാധാനം അങ്ങനെ കിട്ടുന്നുണ്ടെന്നൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. തങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യാനുഭവങ്ങൾ, അതുപോലെ അതൊക്കെ എത്ര വർഷമായിട്ട് ഓരോന്നും തങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നതാണ്. ഓപ്പറേഷനൊക്കെ പറഞ്ഞിരുന്ന പല കാര്യങ്ങൾ, അതൊന്നും ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യാനുഭവമായിട്ട് മാറുന്നു. അപ്പോഴാണ് വിശേഷവിധിയായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഈശോ ചോദിക്കുന്നതിന് ഉത്തരം ഈ മക്കൾ പറയുന്നത് അവരുടെ ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിനുള്ള പ്രാധാന്യം, അത് മാക്സിമം എഫേർട്ട് എടുക്കുകയാണ്. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ ഒരു പരിപൂർണതയുടെ ജീവിതത്തിൽ ഇന്ന് ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങൾ, രോഗസൗഖ്യാനുഭവങ്ങൾ, ഇതൊക്കെ തങ്ങൾക്ക് ലഭിക്കുമ്പോഴും അതുപോലെ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസൊക്കെയുള്ള പല കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ തങ്ങൾക്ക് ഒരു വിടുതൽ ലഭിക്കുന്നു. 3 വർഷത്തോളം കേസ് നടന്നിട്ടും യാതൊരു പ്രയോജനവും ഇല്ലാതിരുന്ന കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മയെ വിളിക്കുമ്പോൾ സ്ഥലത്തെ മേയറേക്കാളും തങ്ങൾക്ക് വിളിക്കുവാനായിട്ട് ഉള്ളത് സ്വർഗത്തിൻ്റെ അമ്മയാണെന്ന് ഇവിടെ ഇവർ പ്രസ്താവിക്കുകയാണ്. അങ്ങനെ അമ്മയിലൂടെ തങ്ങൾക്ക് ലഭിച്ച ഈശോ നൽകിയ കൃപകൾക്ക് ഈ മക്കൾ നന്ദി പറയുമ്പോൾ 25 വർഷമായി പോക്കുവരവില്ലാതെ കിടന്ന തങ്ങളുടെ വസ്തു 4 ദിവസം കൊണ്ട് അത് ചെയ്തു കിട്ടി എന്നൊക്കെയാണ് പറയുക. ഓരോന്നിനും ഇവിടെ വർഷങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് സമയച്ചുരുക്കം എങ്ങനെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിൽ അമ്മയിലൂടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്ന അനുഭവങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുക. ഈ കുടുംബത്തിന് പ്രത്യേകിച്ച് തങ്ങളുടെ ആത്മീയ ജീവിതം എത്ര പ്രാവശ്യം ബൈബിൾ വായിക്കുന്നു, അതും പല ഭാഷകളിലുള്ള ബൈബിളൊക്കെ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഒരു തീഷ്ണത. തിരുവചനം നാം വായിക്കുമ്പോൾ ഈശോയെ തന്നെയാണ് നാം വായിക്കുക. ഈശോ നമ്മെ വായിക്കുന്ന ആ ഒരു അനുഭവം അത് ഹൃദ്യമായിട്ട് നമുക്ക് മാറണമെങ്കിൽ തീർച്ചയായും നാം ഈശോയിൽ ജീവിക്കുന്നവരാകണം, ഈശോയെ കൊണ്ട് നിറയുന്നവരാകണം. 11 പ്രാവശ്യമൊക്കെ 10 പ്രാവശ്യം വായിച്ചു തീർത്തു, 11ാമത് തുടങ്ങി എന്നാണ് പറയുക. അതെല്ലാം ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കൃപയായിട്ട് ഈ കുടുംബം ഇന്ന് കാണുമ്പോൾ നമുക്കും നന്ദിയോടെ കരങ്ങൾ കൂപ്പി ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ